വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ. ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും, പക്ഷെ അതേപോലെ വീക്ക്നെസ്സുകളും ഉണ്ടാവും. സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് സീക്രട്ട് ഉണ്ട്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയും. എൻ്റെ മദർ വളരെ വലിയൊരു ഡ്രീമറാണ്. നമ്മൾക്ക് ഇത്രയും കാലം ഫിസിക്കൽ അസറ്റുകൾ വാങ്ങിയിട്ടുള്ള ശീലമേ ഉള്ളൂ. ഡിജിറ്റൽ അസറ്റിന് ക്യാഷ് കൊടുത്ത് വാങ്ങിയ ശീലം നമുക്കില്ല. അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരെ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ മാസ്റ്ററിയിൽ കൊണ്ടുവന്നൊരു കാര്യം. അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം നവംബറിലാണ് ദുബായിൽ വെച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ്സ് റിസീവ് ചെയ്യുന്നത്. ഹായ് ഹലോ, ഇറ്റ്സ് മീ സജ്ന സഹറാസ്. ഇൻസ്പയറിൻ്റെ ഇൻസ്പിറേഷൻ നിറഞ്ഞ മറ്റൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. പതിനാറാമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ്, പിന്നീട് ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ, ഉയർച്ച താഴ്ചകൾ, വിജയപരാജയങ്ങൾ, വെല്ലുവിളികൾ എല്ലാത്തിനെയും അതിജീവിച്ച് എത്തിനിന്നത് 30ഓളം രാജ്യങ്ങൾ, ലക്ഷക്കണക്കിന് ബിസിനസ് സംരംഭകർക്ക് വഴികാട്ടിയും മാർഗദർശിയുമായ വ്യക്തി. അങ്ങനെ പറയാനും അറിയാനും ഒരുപാട് വിശേഷണങ്ങളുമുള്ള ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും ഫൗണ്ടറുമായിട്ടുള്ള ഗിന്നസ് റഷീദാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സർ, warm welcome to our Inspire Show of Inspiring Stories. Thank you so much. സർ, അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ അറിയാനും പറയാനൊക്കെ നമുക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിന് മുന്നേ സാറിൻ്റെ നാട്, വീട്, കുടുംബം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ മലപ്പുറത്ത് കാളമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഫാമിലി ഉമ്മ, ഉപ്പ, വൈഫ്, 4 മക്കൾ. അതോടൊപ്പം തന്നെ എനിക്കൊരു ബ്രദറുണ്ട്. അദ്ദേഹം തൃശ്ശൂർ കാട്ടൂർ സ്റ്റേഷനിൽ SI ആണ്. അത്ലറ്റിക് ആണ്, നാഷണൽ വിന്നറാണ് സ്പോർട്സിൽ. നിങ്ങൾ 2 ബ്രദേഴ്സ്? രണ്ടാളുകളാണ് മാത്രമേ ഉള്ളൂ. കുട്ടികൾ? 4 പേര്. 3 ആൺകുട്ടികൾ, 1 പെൺകുട്ടി. 3 ആൺകുട്ടികൾ, 1 പെൺകുട്ടി. ഓക്കെ, അപ്പോൾ ഒരു സന്തുഷ്ട കുടുംബമാണ് അല്ലേ? സന്തോഷത്തോടെ. ഓക്കെ, അപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഒരു കാര്യമായിരുന്നു 16ആമത്തെ വയസ്സിൽ ആദ്യത്തെ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ആ ബിസിനസ്? അതിനുള്ള മൂലധനമൊക്കെ എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഒന്ന് പറയാം. ബിസിനസ് എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ വലിയ ആഗ്രഹമായിരുന്നു, ഒരു ബിസിനസ്സുകാരനാവണം എന്നുള്ളത്. ബിസിനസ് ചെയ്യുന്നതൊക്കെ നോക്കി കാണാറുണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ക്യാപിറ്റൽ വേണമെന്നോ അല്ലെങ്കിൽ അതിനൊരു ക്യാഷ് വേണമെന്നുള്ളതിനെക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത്. കാരണം പഠിക്കുന്ന സമയത്ത് തന്നെ ബിസിനസ് ആശയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കുമായിരുന്നു. മലപ്പുറത്ത് തന്നെയായിരുന്നു. ബക്ക ട്രാവൽസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയാണ് തുടങ്ങിയത്. ഒരു ഏജൻസി ആയതുകൊണ്ടും അതുപോലെ സർവീസ് ആയതുകൊണ്ടും കൂടുതൽ ക്യാപിറ്റലിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ചെറിയൊരു ഓഫീസും കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വീട്ടിൽ നിന്നുള്ള ഫർണിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് ചെറിയൊരു ഓഫീസ് തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു പണം കൊണ്ട് തന്നെ അതിനൊക്കെ ആവശ്യമായ ബ്രോഷർ, വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി. അങ്ങനെ ആദ്യത്തെ കുറച്ച് ആളുകളെ പിടിച്ച് പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്തു. അതിന് ഫസ്റ്റ് ബിസിനസ് ആണെങ്കിലും പക്ക പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കം തന്നെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നത്തെ രീതിയിൽ അറിവ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംരംഭം ഏറ്റവും നല്ല രീതിയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിൽ അറിയാത്തൊരു കാര്യത്തിലേക്ക് പക്ഷേ അത് ആ പരാജയമാണ്. നമ്മളെ പരാജയങ്ങളാണല്ലോ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള വഴികൾ പറഞ്ഞിരുന്നത്. നമ്മുടെ ബാഡ് ഡിസിഷൻസ് ആണ് നമ്മുടെ ബെസ്റ്റ് ഡിസിഷൻസിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ആണ് ബെസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ ബാഡ് എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും നല്ല പരാജയം എന്നാണ് പറയാറ്. പരാജയങ്ങൾ ഇറ്റ്സ് നോട്ട് ഫെയിലിയർ, ഇറ്റ് ഇസ് ദ ലേണിംഗ്. അപ്പോൾ ഒരു പഠനമാണല്ലോ. പരാജയങ്ങൾ പലപ്പോഴും പരീക്ഷണത്തിലേക്ക് എത്തിക്കുന്നു. ആ ഫെയിലിയറിന് കിട്ടിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്താണ് റോങ്, എന്താണ് റൈറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ മുന്നിലേക്ക് പോകാനുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു മനസ്സ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ആ തുടക്കത്തിൽ പഠിച്ച പാഠങ്ങളിൽ നിന്നാണ് അടുത്തൊരു തലത്തിലേക്ക് അതിനെങ്ങനെ പ്രൊഫഷണൽ ലെവലിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിലൊരുപാട് പരാജയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 4 ഇയേഴ്സ് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് ഉംറ സർവീസ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഏത് വർഷത്തിലായിരുന്നു? 2001 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ലീഡിംഗ് നല്ലൊരു കോമ്പറ്റീഷൻ ആ സമയത്ത് നല്ല കോമ്പറ്റീറ്റർമാർ
CEOമാർ ഏറ്റവും നല്ല ലീഡ് ചെയ്യുന്ന കമ്പനികളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു, സംവിധാനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മറികടന്ന് ചെയ്യാൻ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് തന്നെ ബെസ്റ്റ് സർവീസ് കൊടുക്കുവാനും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെയും ഏറ്റവും നല്ല കാരണം ഏതൊരു സംരംഭം വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമർ സർവീസിലായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ കസ്റ്റമേഴ്സ് ചെയ്ത് കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് നമുക്കന്ന് ലീഡ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിലെ സംരംഭത്തിന് എപ്പോഴും സംരംഭം 3 രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ അക്വയർ ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ബാങ്കോ ലോണോ അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഷെയർ വിറ്റിട്ടായിരിക്കും. അപ്പോൾ നമ്മളവിടെ കണ്ടെത്തിയ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെയാണ് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുള്ള ക്യാഷ് മേടിച്ചത്. അത് അഡ്വാൻസ് ആയിട്ട് കസ്റ്റമേഴ്സിന് ഒരു 6 മാസം മുമ്പ് തന്നെ പാക്കേജിലേക്കുള്ള ക്യാഷൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ ക്യാഷ് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് തരണമെന്നുണ്ടെങ്കിൽ അത്രയും ട്രസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും നല്ല ട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു എൻ്റെ ഗുരുനാഥന്. അദ്ദേഹവും ഞാനുമാണ് ആ ഒരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് തന്നെ ആ ഒരു ട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് അഡ്വാൻസ് വാങ്ങിയിട്ട് കസ്റ്റമറുടെ അഡ്വാൻസിൽ നിന്നാണ് നമ്മളത് മൂവ് ചെയ്യുന്നത്. പക്ഷേ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഈ അഡ്വാൻസ് വാങ്ങുന്ന സമയത്ത് നല്ല സർവീസ് അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും. കാരണം ഈ അഡ്വാൻസ് വാങ്ങിയ ആൾക്കാരുടെ ഒരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ സർവീസും നന്നായിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് റെഫറൻസ് വന്നു. പിന്നെ കസ്റ്റമറെ നമ്മൾ സക്സസ്ഫുൾ ആക്കി വളരെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന സമയത്ത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ഒരുപാട് റെഫറൻസ് വരും. ഈ റെഫറൻസ് വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് റെഫറൻസ് വന്നു. അങ്ങനെ ഒരാൾ തന്നെ 10 ആളെ കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറി. അതാണല്ലോ ഏറ്റവും ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെഫറൻസിലൂടെ വലിയ രീതിയിൽ ഇത് വൈഡായി. അങ്ങനെയാണ് അത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റിയത് കുറഞ്ഞ പ്രായത്തിൽ. ഇപ്പം ഇത്രയും പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ടുള്ള ആ ഒരു അനുഭവം ഉണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉപ്പായുടെ ജ്യേഷ്ഠന് ചെറിയൊരു സ്റ്റേഷനറി കട നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ കുട്ടിയാവുന്ന സമയത്തൊക്കെ കടയിൽ ഇടയ്ക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ആ കച്ചവടമൊക്കെ വാച്ച് ചെയ്യുമായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഡക്ട്സുകളൊക്കെ ഇൻവെന്ററി ഒക്കെ മാനേജ് ചെയ്യുന്നത്, അങ്ങനെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു സാധനം ചോദിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമാണ്, ഒരു കടയിൽ പോയിട്ട് നമ്മളൊരു സാധനം ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്ന സെയിൽസ്മാൻമാരെ കാണാറുണ്ട്. പക്ഷെ എൻ്റെ മുത്തപ്പ, എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠന് അദ്ദേഹം ഇപ്പം തീർന്നിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ ചിന്തിക്കുന്നത് ചില സാധനം അവിടെ ഉണ്ട്, അപ്പോൾ ജസ്റ്റ് തീർന്നു പോയതാണ്. അപ്പോൾ കസ്റ്റമർ നഷ്ടപ്പെടാതെ അയാളെ കെയർ ചെയ്യുന്നത് കസ്റ്റമർ അപ്പോൾ വീണ്ടും വരും. അല്ലെങ്കിൽ കസ്റ്റമർ അവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞ് ലൈഫ് ലോങ്ങിലേക്ക് കസ്റ്റമർ നഷ്ടപ്പെടും. അപ്പോൾ ഒരു കസ്റ്റമറെ അങ്ങനെയൊക്കെ കീപ്പ് ചെയ്യുന്ന അത്രയും സ്ട്രാറ്റജി, കാരണം ആ സാധനം അവിടെ ഇല്ല, പക്ഷെ അത് ജസ്റ്റ് തീർന്നിട്ടുള്ളൂ എന്ന് പറയുന്ന ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സാർ ട്രാവൽസ് തുടങ്ങി, അത് പറഞ്ഞു വളരെ മനോഹരമായ പരാജയമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിലേക്കാണ് സാർ പോയത്? ഞാൻ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നത്. മറ്റേത് ട്രാവൽ ഏജൻസിയിലേക്ക് വരുന്നത് ഇൻസിഡൻ്റലി വന്നതാണ്. പക്ഷേ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങണം. അങ്ങനെ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി തുടങ്ങുകയും ചൈന, ഹോങ്കോങ്, അതുപോലെ തായ്ലാൻഡ് ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഗുഡ്സുകൾ എടുത്തുകൊണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ബിസിനസ്. അതൊരു ഏജൻസിയാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ്, കൺസ്യൂമർ പ്രൊഡക്ട്സുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറേ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ജനറൽ ആയിട്ട് സർവീസ് കൊടുത്തിരുന്നത് മറ്റുള്ള ആളുകൾക്ക്, അതായത് ചൈനയിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളത്. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ ലാമിയ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോം ചെയ്യുകയും ആ കമ്പനിയിൽ ഒരുപാട് ആളുകളെ ചൈനയിലേക്കും അതുപോലെ തായ്ലാൻഡിലേക്ക് കൊണ്ടുപോയി പർച്ചേസ് ചെയ്ത് അവരുടെ സാധനങ്ങൾ ഷിപ്പ് ചെയ്ത് കൊച്ചിയിൽ വന്നിട്ട് ഡെലിവർ ചെയ്ത് കൊടുക്കുന്ന ഒരു സർവീസ് ആയിരുന്നു ചെയ്തിരുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എന്തായിരുന്നു അടുത്തൊരു ബിസിനസ്? അതിനുശേഷം പിന്നെ ഞാൻ എന്നായിട്ട് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡ് ചെയ്തെടുത്തു, വിൻറ്റേജ് എന്നുള്ളൊരു ബ്രാൻഡ്. ആ വിൻറ്റേജ് എന്നുള്ള ബ്രാൻഡിൽ ബിൽഡിംഗ് മെറ്റീരിയൽ റൂഫിംഗ് ടൈൽസ് ആണ്, അതായത് സെറാമിക് റൂഫ് ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേൾഡിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 20 റൂഫ് ടൈൽസുകളുണ്ട്. അതിനെ കംപ്ലീറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് റൂഫിംഗ് ടൈൽസിൻ്റെ മാത്രമായിട്ടുള്ള ഷോറൂമുകൾ തുടങ്ങുകയും റൂഫിംഗ് ടൈൽസ് വിൻറ്റേജ് എന്നുള്ള ബ്രാൻഡിൽ ആദ്യം ഡെവലപ്പ് ചെയ്തത് എൻ്റെ ഒരു കമ്പനിയായിരുന്നു. അപ്പോൾ അത് വിജയമായിരുന്നു? അതും വിജയമായിരുന്നു. അതിൽ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളൊക്കെ ബ്രേക്ക് ആവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഫെയിലിയറിനും നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈസ് നോട്ട് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട്. ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ആപ്പിളിൻ്റെ ഫോൺ എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ മാറ്റുന്നതൊക്കെ ബെറ്റർ ദാൻ യെസ്റ്റർഡേ ആണ്. അപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്ട്സുകളും ഇറക്കുമ്പോഴും ഓരോ ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുമ്പോഴും ഓരോ പ്രോസസ്സിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണല്ലോ പ്രോഗ്രസ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ മൂവ്മെൻറ്റുകളിലും ഫെയിലിയർ ഉണ്ടാവും, എല്ലാ മൂവ്മെൻറ്റിലും ഫാൾട്ട് ഉണ്ട്. പലപ്പോഴും ഈ ബിസിനസ് ഓണേഴ്സ് മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, എന്നിലൊരു മിസ്റ്റേക്കും വരാൻ പാടില്ല. ലോകത്ത് അങ്ങനെ ഒരാൾക്കും ഒരു പ്രൊഡക്റ്റോ സർവീസോ ചെയ്യാൻ കഴിയില്ല.
ഇത്രയേ പറ്റുള്ളൂ. ആ മിസ്റ്റേക്കിനെ തിരുത്തിക്കൊണ്ട് അടുത്ത സർവീസിനെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. അത് പ്രൊഡക്റ്റ് ബേസ് ആവട്ടെ സർവീസ് ബേസ്. അപ്പോൾ എനിക്ക് അറിയാം ഞാൻ ചെയ്യുന്നതിൽ എന്തായാലും 80-20 ഉണ്ടാവുള്ളൂ, 20% മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ ആ മിസ്റ്റേക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അടുത്തൊരു ട്രാൻസാക്ഷനിൽ അത് തിരുത്താൻ, അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ബാൻഡ് കെട്ടിയിട്ടായിരുന്നു നമ്മൾ റൂഫ് ടൈൽസ് ഒക്കെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ പല സൈഡും ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബോക്സ് 4 ഭാഗത്ത് ബോക്സ് കൊണ്ടുവരാൻ പറ്റും. ആ സമയത്ത് റിയലൈസ് ചെയ്ത് ബോക്സ് കൊണ്ടുവരുന്ന സമയത്ത് കവർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കസ്റ്റമേഴ്സിന് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോർണർ മാത്രം പ്രൊട്ടക്ട് ചെയ്തു. ഇങ്ങനെ ഓരോ സമയങ്ങളിൽ പാക്കിങ്ങിലാവട്ടെ, അതിൻ്റെ സൈസിലാവട്ടെ, അതിൻ്റെ മെറ്റീരിയലാവട്ടെ ഒക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ബോർഡ് നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് തിരുത്താനും മാറ്റാനും വിജയിക്കാനൊക്കെ വളരെ ഈസിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ട്രാവൽസിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ഒരു എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് ആ ഒരു ബിസിനസ്സിലേക്കൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിസിനസ്സുകൾ ചെയ്തു. പിന്നെയാണ് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് ദ സൊല്യൂഷൻ മാസ്റ്റർ? സൊല്യൂഷൻ മാസ്റ്റർ ആ പേരിൽ തന്നെയുണ്ട്, സൊല്യൂഷൻ നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോട്ടിവേഷൻ അല്ല, ഡയറക്ഷൻ അല്ല വേണ്ടത്. കാരണം ഡയറക്ഷന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെയും ഡയറക്ഷൻസ് നമുക്ക് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ, എല്ലാവരും ആൾറെഡി മോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ വേണ്ടത് കുറേ പ്രശ്നങ്ങളുണ്ട് ബിസിനസ്സുകാർ നേരിടുന്നത്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളിലും ഒരുപാട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കുക. ഈ സൊല്യൂഷൻ കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്, ഒരു കാലത്ത് ബിസിനസ്സിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പരിഹാരം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഡിലേ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം പലയിടത്തും കിട്ടാനില്ല. കാരണം ബിസിനസ്സുകാർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന സംവിധാനം ഇത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് തന്നെയാണ്. അതിനെ റിയലൈസ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം 2015 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ ഈ 9 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 രാജ്യങ്ങളിൽ പോയിട്ട് 2 ലക്ഷം ബിസിനസ് ഓണേഴ്സിന് വ്യത്യസ്തമായ സൊല്യൂഷൻസ് കൊടുക്കുവാനും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് എന്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടായാലും, ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ധൈര്യത്തോടെ സാറിന് നമുക്ക് അപ്രോച്ച് ചെയ്യാം അല്ലേ? ദ സൊല്യൂഷൻ മാസ്റ്ററിലേക്ക് വരാനുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്തായിരുന്നു? മെയിനായിട്ടുള്ള പോയിന്റ്, ഒന്നാമത് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങളെയാണ്. കാരണം ക്യാപിറ്റൽ ഇല്ലാതെ, കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാതെ, ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഒരുപാട് ഫെയിലിയർ ആവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എന്നെക്കുറിച്ച് പറയുന്നത് മാസ്റ്റർ ഓഫ് ഫെയിലിയർ എന്നാണ് പറയുക. ബിസിനസ്സിൽ ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിസ്ഡം ഉണ്ട്. അത് ഒരു സൊല്യൂഷൻസ് ആണ്. പല ആൾക്കാരും ഈ പ്രശ്നങ്ങളിലൂടെയാണ് പല ബിസിനസ്സുകാരും കടന്നു പോകും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ സൊല്യൂഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, 1-2 ഇൻസിഡൻറ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത്, അതായത് എനിക്കറിയുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ, അതുപോലെ തന്നെ നാട് വിട്ടുപോയ കുറേ ആളുകൾ, ഡിപ്രഷനിലേക്ക് കുറേ ആളുകൾ, കുറേ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടപ്പോൾ ഇവർക്കൊരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ 250 കോടി ബാധ്യത വന്നിട്ട് തൂങ്ങി മരിച്ചതുണ്ട്. അതുപോലെ നാട് വിട്ടുപോയ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് ഉണ്ട്. എൻ്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഡ്രഗ്സിലേക്ക് പോയ, ഡിപ്രഷനിലേക്ക് പോയവരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവാണ്ട് ഇവർക്ക് എന്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കൊടുക്കുക ഒരാളുണ്ട്. ഇപ്പോൾ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, പ്രശ്നം പറയുന്നു, അയാളെ സൊല്യൂഷൻ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ആവും. ദിവസങ്ങൾ ആ രോഗം കൊണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ പേടിച്ചു പോകും. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ കാണുമ്പോൾ തന്നെ 50% പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കി മെഡിസിൻ കഴിക്കുമ്പോഴേക്കും പോകും. അപ്പം അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് അത് ഫിസിക്കലി ആണ്. മെൻ്റലി ബിസിനസ് പരമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ വളരെ കുറവാണ്. മെൻ്റലി ഉള്ളിടത്തും ആളുകൾ പോകാൻ മടിയാണ്. പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും ഇപ്പോൾ കറൻ്റ്ലി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത് കൊണ്ടാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. ഞാൻ കേട്ടിട്ടുണ്ട് സാർ നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ബിസിനസ്സിലേക്ക് എത്രത്തോളം സാറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്? അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ മദർ വളരെ വലിയൊരു ഡ്രീമറാണ്. അത് മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ, എല്ലാ
പാരൻസിനും ഉണ്ടാവും. പക്ഷെ എൻ്റെ ഉമ്മ ഒന്നുകൂടി വലിയ തരത്തിൽ ഡ്രീം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്നെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വലിയ പ്രഭാഷകനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതോടെ തന്നെ ആ പ്രഭാഷണത്തിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില വേദികളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ 7ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വേദിയിൽ കയറി പ്രഭാഷണം നടത്തുന്നത് 1 മിനിറ്റിൻ്റെ പ്രസംഗമാണ് മദ്രസയിലുള്ള ഒരു പരിപാടി. മാറ്റർ എന്ന് പറയുന്നത് മദ്രസയിൽ ഒരു നബിദിന പ്രോഗ്രാമിൽ ഒരു പ്രഭാഷണമാണ്, 1 മിനിറ്റിൻ്റെ പ്രഭാഷണം. അത് ഉമ്മ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ എന്നെ പഠിപ്പിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ ഞാനത് പഠിച്ചെടുത്ത് സ്റ്റേജിൽ കയറി. സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൽ കയറിയ സമയത്ത് തന്നെ പേടിച്ചുകൊണ്ടും എല്ലാം മറന്നു. അങ്ങനെ ഓടി ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടുവാണ്. ഓടി ഉമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച്, എല്ലായിടത്തും ചിരി വരുമല്ലോ സ്വാഭാവികമായിട്ടൊരു സദസ്സിൽ. അതാണ് എൻ്റെ ഒരു പ്രഭാഷണത്തിലുള്ള എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞൊരു വാക്ക് മേ ബി എൻ്റെ മനസ്സിൽ തറച്ചതായിരിക്കാം, നീ വലിയൊരു പ്രഭാഷകനാകുമെന്ന് പറഞ്ഞ്. അതിൻ്റെ ശേഷം പ്രഭാഷണ കലയിൽ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുകയും അവരിൽ നിന്ന് എന്നെ പ്രഭാഷണം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ചെയ്യാത്തതാണ്. പലപ്പോഴും നമ്മൾ വീക്കായിട്ടില്ല. ഞാൻ പഠനത്തിൽ പല വിഷയത്തിലും വീക്കായിരുന്നു. അതിലൊന്നും എന്നെ ട്യൂഷൻ വിട്ടിട്ടില്ല. കാരണം ഞാൻ വീക്കായതിലല്ല എനിക്ക് ട്യൂഷൻ വേണ്ടത്. എനിക്ക് സ്ട്രെങ്ത് ഉള്ളതിലും എനിക്ക് പാഷൻ ഉള്ളതിലും എൻ്റെ ഡ്രീമിലുമാണ് ട്യൂഷൻ വേണ്ടതെന്ന് എൻ്റെ മദർ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു ട്യൂഷനിലൂടെ ഞാൻ വ്യത്യസ്തമായ അധ്യാപകരിലൂടെ പ്രഭാഷണത്തിൻ്റെ പല മേഖലകളും പഠിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് 37ാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 4 ഡേ 3 നൈറ്റ് വിത്തൗട്ട് സ്ലീപ്പ് വിത്തൗട്ട് ഫുഡ് 73.15 hours കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് 2021 ഒക്ടോബർ 17 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് എൻ്റെ മദറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഒരു വലിയ എൻ്റെ ഉമ്മയുടെ സ്വപ്നം, എൻ്റെ ഉള്ളിലുള്ള പാഷനുമായിട്ടുള്ള എൻ്റെ ഇൻബോൺ ടാലൻറ്റുമായിട്ടുള്ള ഈ പ്രഭാഷണ കലയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും പ്രഭാഷകൻ എന്നുള്ള ഒരു മിക്സിങ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ കാരണം. നിങ്ങൾ ചോദിച്ചത് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഉപകാരത്തിൽപ്പെട്ടു. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരെ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ എനിക്ക് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ അറിയാനുണ്ട്. ദ സൊല്യൂഷൻ മാസ്റ്ററിൽ നമ്മളിപ്പോൾ പറഞ്ഞു കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഇഷ്യൂസ് ഒക്കെയാണ് നമുക്കതിൽ സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ഒരു ചിന്ത വരും ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ആ ഒരു ഹൈലൈറ്റ്സ്, അല്ലെങ്കിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഒരു ബിസിനസ് പേഴ്സണ് ദ സൊല്യൂഷൻ മാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ബിസിനസ് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബിസിനസ്സുകൾ, ചെറിയ സംരംഭകരുണ്ട്, വലിയ ബിസിനസ്സുകളുണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, സർവീസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ എലമെൻറ്റ്സുകളുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇൻറ്റേർണലി ഉള്ള പ്രശ്നങ്ങളാണ്. ഇൻറ്റേർണലി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പീപ്പിൾ ആയിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സെയിൽസോ മാർക്കറ്റിംഗോ ഓപ്പറേഷനോ ഫിനാൻസോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ മാർക്കറ്റിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഇൻറ്റേർണൽ പ്രശ്നത്തിന് 2 വേർഡ്സിൽ നമുക്ക് പറയാം. ഒന്ന്, ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ വീക്ക്നെസ് ഉണ്ടാവും, സ്ട്രെങ്ത്തും ഉണ്ടാവും. ഇപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന അവരുടെ കയ്യിൽ കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടാവും, കുറച്ച് ആളുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ്സിനെ കുറിച്ചുള്ള ഐഡിയ ഒക്കെ ഉണ്ടാവും. പക്ഷേ അതേപോലെ വീക്ക്നെസ്സുകളും ഉണ്ടാവും. മേ ബി ചില മാർക്കറ്റിൽ ഫെയിലിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫെയിലിയർ ആയിരിക്കാം, അതിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ പീപ്പിൾ മാനേജ്മെൻറ്റിലായിരിക്കും, പ്രോസസ്സിലായിരിക്കും. അപ്പോൾ ആ വീക്ക്നെസ് ആണ് അയാൾ ആ പ്രശ്നം ഇൻറ്റേർണലി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് നമ്മൾ ആദ്യത്തെ അനലൈസ് ചെയ്തുകൊണ്ട് കണ്ടെത്തുന്നത്. എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അതോടുകൂടി ഇൻറ്റേർണൽ പ്രശ്നം തീരും. എക്സ്റ്റേണൽ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, പക്ഷേ അതേപോലെ ത്രെഡ്സും ഉണ്ടാവും. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ആണ്, ത്രെഡ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റർ ആണ്. കോമ്പറ്റീറ്റർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് വരും, ചിലപ്പോൾ ഇ കൊമേഴ്സ് വരും, ചിലപ്പോൾ വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനി വരും, ചില സമയത്ത് ഓപ്പോസിറ്റുള്ള കടക്കാരനായിരിക്കും. ഈ കോമ്പറ്റീറ്ററെ മറികടന്നുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കസ്റ്റമേഴ്സിനെ ക്യാപ്ചർ ചെയ്യാൻ സഹായിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള പ്രശ്നം തീർക്കുക എന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ അവർക്ക് ഹൈലൈറ്റിംഗ് ആണ്, ചിലപ്പോൾ യുണീക്ക്നെസ് കൊണ്ടുവരേണ്ടി വരും, മാർക്കറ്റിൽ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സാധാരണ ഇതിലൊരു പ്രശ്നം വന്നാൽ എന്താ ചെയ്യുക എന്ന് പറയുമോ, ബിസിനസ്സുകാർ ഒന്ന് ഇൻഫ്ര ഒന്ന് ഡെവലപ്പ് ചെയ്യും, ഒന്ന് കടയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കും, അതുകൊണ്ട് പ്രശ്നം തീരില്ല. 2, ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുന്നത് പോലെ ആയിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയാൻ അവരെ ചെയ്യാന്ന് വെച്ചാൽ ആളുകളൊന്ന് മാറ്റി വെക്കും. ആളുകളെ മാറ്റിയോട് കാര്യമില്ല, പ്രോസസ്സിലാണ് പ്രശ്നമെങ്കിലോ ആളെ മാറ്റി, പ്രൊഡക്റ്റിലാണോ ഫെയിലിയർ എങ്കിലോ ആളെ മാറ്റിയിട്ട് കാര്യമില്ലല്ലോ.
ചില ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും, ഇൻവെൻട്രി കൂട്ടും. ഇൻവെൻട്രി കൂട്ടിയൊന്നും കാര്യമില്ല, കസ്റ്റമർ ആൾറെഡി അവിടെ ആക്സസ് ഇല്ല, വിസിബിലിറ്റി ഇല്ലെങ്കിൽ അതല്ലേ മാറ്റം വരുന്നത്. ചെറിയൊരു പോയിന്റ് എങ്കിലും ഇപ്പോൾ നല്ല സ്റ്റാഫ് ഉണ്ടാവും, നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, നല്ല സർവീസ് ആയിരിക്കും, പക്ഷേ കാർ പാർക്കിംഗ് എന്നൊരു സംഭവം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം തോൽവിയായിട്ടുള്ള അത് എക്സ്റ്റേണൽ പ്രോസസ് ആണ്. അതാണ് ബാരിയർ. ത്രെഡ് ഞാൻ നേരത്തെ പറഞ്ഞ കസ്റ്റമർ ഉണ്ട്, പക്ഷെ ത്രെഡ് ഉണ്ട്. ത്രെഡ് എന്ന് പറയുന്നത് കസ്റ്റമർ ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ ഉള്ളൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഈ ത്രെഡിനെ ഐഡന്റിഫൈ ചെയ്ത് ഇന്റേണലിലെ വീക്ക്നെസ്സിനെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് മേ ബി ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ അത് എനിക്ക് അറിയുന്ന കാര്യമാണെന്ന് തോന്നും, പക്ഷേ അതിനെ ഒരാൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുമ്പോഴാണല്ലോ അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ആക്ച്വലി ഉള്ള പ്രശ്നം, അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തോന്ന് കുറവുണ്ട്, ആ കുറവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ശേഷം അതിൻ്റെ സൊല്യൂഷൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം, പ്രശ്നം നമുക്കറിയാമായിരിക്കും ചില ആളുകൾക്കൊക്കെ, പക്ഷേ സൊല്യൂഷൻസ് അറിയില്ല. ഈ സൊല്യൂഷൻ അറിഞ്ഞിട്ടും കാര്യമില്ല. മൂന്നാമത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, എങ്ങനെയാണ് ആ സൊല്യൂഷൻ എക്സിക്യൂഷൻ ചെയ്യുക എന്നുള്ളത്. അവിടെയാണ് പലപ്പോഴും ഫെയിലിയർ ആവുക. എക്സിക്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിസിനസ്സുകാരന് സൊല്യൂഷൻ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല, എക്സിക്യൂഷൻ ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് എക്സിക്യൂഷൻ. എൻ്റെ കയ്യിൽ ടീമുണ്ട്, അപ്പോൾ അവർ കൃത്യമായിട്ട് ഇത് എക്സിക്യൂഷൻ ചെയ്യാനും കൂടി നമ്മളൊരു അതിൻ്റെ ബാക്കിൽ, അതായത് ഒരു പ്രശ്നത്തിന് എത്ര സമയമാണ് എക്സിക്യൂഷന് വേണ്ടത് അത്രയും സമയം നമ്മൾ ബാക്ക് എൻഡ് ടീമിന് സപ്പോർട്ട് കൊടുക്കും. പലപ്പോഴും ഇങ്ങനത്തെ കൺസൾട്ടിങ് കമ്പനികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രശ്നം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുക്കും, ആ സൊല്യൂഷൻ കൊണ്ട് അയാൾ പോകും, അയാൾ ചെയ്യില്ല. ബാക്കിലുണ്ട് വലിയൊരു ടീം, നമ്മുടെ ഒരു ടീമുണ്ട്. അപ്പോൾ അവരാണ് ഈ സൊല്യൂഷൻ, അവരുടെ പണി എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്ന ഈ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷനെ എക്സിക്യൂഷൻ ചെയ്യുന്നുണ്ട്, കറക്റ്റ് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഡിജിറ്റലി മോണിറ്റർ ചെയ്യും, ഫിസിക്കലി അവിടെ പോയിട്ട് മോണിറ്റർ ചെയ്യും. ആ പ്രശ്നം തീർന്നും നമ്മൾ ഉറപ്പ് വരുത്തും, വെരിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരെ വെരിഫൈ ചെയ്ത് സൈൻ ചെയ്ത് നമ്മൾ വാങ്ങുന്നുണ്ട്. ഓക്കെ, അത്രത്തോളം പ്രോസസ്സ് നമുക്ക് ചെയ്തു കൊടുക്കുന്നത്. ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും, മാത്രമല്ല അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരു സംഭവങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടാണ് ദ സൊല്യൂഷൻ മാസ്റ്റർ ഒരു പ്രോബ്ലത്തിനെ ഒരു ബിസിനസ്മാന് സോൾവ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലേ? ബിക്കോസ് നമ്മുടെ ഒരു നാച്ചുറൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് ആരോഗ്യമില്ല, അയാൾക്ക് അറിയാം എക്സസൈസ് ചെയ്യണം, മോർണിംഗിൽ എണീക്കണം, എക്സസൈസ് ആരാ പോവാറ്? 95% ആൾക്കാർ പോവില്ല. അതിന്റെ കാരണം അടിച്ചിട്ട് പോകും. അപ്പൊ നമ്മൾ ഈ എക്സിക്യൂഷനിൽ ഫെയിലിയർ ആണ് അധികം ആളുകളും. അപ്പൊ കൃത്യമായൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ. കാരണം നമുക്കൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാത്തവർക്ക് കളക്ഷൻ പോലും കിട്ടില്ല. ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് അത് പണ്ടേ അങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഒരു ബിസിനസ് പേഴ്സൺ താങ്കളുടെ അടുത്ത് സമീപിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇപ്പോൾ അവർക്കൊരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിൻ്റെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളതൊന്നുമില്ല, അതായത് മാർക്കറ്റ് എങ്ങനെ പിടിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിയ മാത്രമേ ഉള്ളൂ, എനിക്കത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ഒരു ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരികയാണ്, ഐഡിയ മാത്രമായിട്ട് വരികയാണെങ്കിൽ സാർ എങ്ങനെ ഇരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ബിസിനസ്സിനെ നമുക്ക് നിങ്ങൾക്കൊരു ആപ്പിൾ വേണമെങ്കിൽ നിങ്ങൾ ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, സീഡിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഒരു ആപ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 പ്രോസസ്സുകളുണ്ട്. അതിലാദ്യം ഒരു സീഡ് വേണം, ആ സീഡിനെ പ്ലേസ് ചെയ്യാനൊരു സ്ഥലം വേണം, അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മരം ഉണ്ടാവുന്നതിന് ആപ്പിൾ പറിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആപ്പിൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ബിസിനസ്സിൽ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അയാളുടെ ഉള്ളിലെ ആശയം മാത്രമേ ഉള്ളൂ, അത് സീഡ് മാത്രമേ ഉള്ളൂ. ഇനി ആ സീഡിന് ഒരു സ്ഥലം വേണം, ലാൻഡ് വേണം. ഇപ്പോൾ ലാൻഡ് വേണമെന്ന് പറയുമ്പോൾ ലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ്, അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ മലപ്പുറത്തിട്ടാലോ എറണാകുളം ഇട്ട് കഴിഞ്ഞാലോ വിളയണമെന്നില്ല. അതുപോലെ തേങ്ങ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവണമെന്നില്ല, അതുപോലെ ഉണ്ടാവില്ല എന്നല്ല, അത്ര തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ സീഡിന് പറ്റിയ ലാൻഡ് ഏതാന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് പല ആൾക്കാർ സംരംഭകർക്ക് അറിയില്ല. ചില ആളുകൾ സെലക്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ റെന്റ് കുറഞ്ഞ സ്ഥലം, ചില ആളുകൾ സെലക്ട് ചെയ്യുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം, ചില ആളുകൾ എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഞാൻ പറയുന്ന തീംസിലേക്ക് എത്തുന്ന ഒരു ബിൽഡിംഗ് ഓണർ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ. അതല്ല, ആ സീഡിന് അനുയോജ്യമായ സ്ഥലമല്ലേ വേണ്ടത്, അതിനെ സെലക്ട് ചെയ്യാനാണ് അടുത്ത് സഹായിക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ബഡ്ജറ്റ് മനസ്സിലാവുക.
കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവണമെങ്കിൽ ഓരോ ലാൻഡിനനുസരിച്ച് ഡിഫറൻറ്റാണ്. ഇപ്പോൾ എറണാകുളം ഇതുപോലെയല്ല ഉള്ളോട്ട് ഒരു സ്ഥലത്ത്, അതുപോലെ ആവില്ല മലപ്പുറം, അതുപോലെ ആവില്ല കാലിക്കറ്റ്, എല്ലാ സ്ഥലങ്ങളും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ബിസിനസ്സിൻ്റെ സൈസ് ഫിക്സ് ചെയ്യും. അതിനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുക. പിന്നെ ഈ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള റിസോഴ്സുകളാണ് പിന്നെ. കാരണം പലപ്പോഴും ക്യാപിറ്റൽ കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് കുറഞ്ഞ റെൻ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ബിസിനസ് ചെറുതായി പോകുന്നു, ആ ബിസിനസ് ഫെയിലിയർ ആവുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ചെയ്തതിന് ശേഷം ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബഡ്ജറ്റിൽ ഇയാളുടെ കയ്യിലുള്ള കപ്പാസിറ്റി എന്താണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണം വെക്കുക. ഇയാളുടെ കയ്യിൽ ആകെ 20 ലക്ഷമുള്ളൂ, ബാക്കി 30 ലക്ഷം രൂപ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ എന്താ ചെയ്യുക? 20 ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും. ഫെയിലിയർ ആവും, പക്ക ഫെയിലിയർ ആവും. കാരണം അപ്പോൾ ആ 30 ലക്ഷത്തെ സോഴ്സ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ അയാൾ ലോൺ എടുക്കണം, അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വിൽക്കണം, അതിനും താല്പര്യമില്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ബിസിനസ് ആണെങ്കിൽ, എല്ലാ ബിസിനസ്സിലും പറ്റില്ല, അങ്ങനത്തെ ബിസിനസ് ആണെങ്കിൽ അത് അഡോപ്റ്റ്. ഈ 3 മാർഗ്ഗങ്ങളിലൂടെ എനിക്ക് ക്യാപിറ്റൽ സോഴ്സ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനെ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വലിയൊരു ചോദ്യമാണ്. കാരണം ഇതൊക്കെ ചെയ്തു, എല്ലാം റെഡിയാണ്, ഈ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആണ്, എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ക്രിട്ടിക്കൽ, ഹൗ ടു മാർക്കറ്റിംഗ്. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യും? നമ്മളൊരു സ്ഥലത്ത് നല്ലൊരു സ്പോട്ടിൽ തുടങ്ങിയത് കൊണ്ടോ നല്ലൊരു സ്ഥലത്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിനെ മാർക്കറ്റ് ചെയ്തെടുക്കണം. കസ്റ്റമർ അസോസിയേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഇതിന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ക്യാപിറ്റൽ തന്നെ ഒരു 30% ഇപ്പോഴത്തെ കാലത്ത് ഒരു 30% നമ്മൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മാർക്കറ്റിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഫിസിക്കൽ മാർക്കറ്റിംഗ് ഉണ്ട്. ഈ 2 മാർക്കറ്റിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിലുള്ള മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വാല്യൂ ഉള്ളതോ ഡിജിറ്റൽ വേൾഡിലാണ്. ലോകത്തെ ഏറ്റവും വാല്യൂ ഉള്ള ലാൻഡ് എവിടെയെന്ന് വെച്ചാൽ ഡിജിറ്റൽ വേൾഡിലാണ്. ഇപ്പോൾ Amazon.comന്റെ വാല്യൂ എത്ര? ആ ഡൊമൈൻ്റെ ഹെവി അല്ലേ? അപ്പോൾ അതേപോലെ ഫേസ്ബുക്കിന്റെ വാല്യൂ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അപ്പം ഭൂമിയിലുള്ള ലാൻഡിനേക്കാളും വിലയുണ്ട് ഡിജിറ്റൽ വേൾഡിൽ. ഇനിയുള്ള കാലം കറക്റ്റാണ്. ഒരു ബിസിനസ് തുടങ്ങിയാൽ തീർച്ചയായിട്ടും 30% നമ്മൾ മാർക്കറ്റിംഗിലേക്ക് മാറ്റി, അത് പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് മാറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ അത് തുടങ്ങുന്നത് നമ്മൾ ആലോചിക്കാൻ പാടുള്ളൂ. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ട്. അത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് പലപ്പോഴും തോറ്റുപോകുന്നത്. അതിന് കാരണമുണ്ട്, അതിന് മനസ്സിലാക്കാത്തൊരു കാരണമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾക്ക് ഇത്രയും കാലം ഫിസിക്കൽ അസറ്റുകൾ വാങ്ങിയിട്ടുള്ള ശീലമേ ഉള്ളൂ. അതെ, ലാൻഡ്, ഷോറൂം, ബിൽഡിംഗ്, ഇതൊക്കെ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഇത് ഫിസിക്കൽ അസറ്റുകളാണ്. ഡിജിറ്റൽ അസറ്റിന് ക്യാഷ് കൊടുത്ത് വാങ്ങിയ ശീലം നമുക്കില്ല. അതുകൊണ്ട് ഡിജിറ്റൽ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ട് പുതിയ ജനറേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പഴയ ആളുകൾക്ക് അതില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ 30% മാറ്റി വെക്കാത്ത ഒരാൾ ബിസിനസ് തുടങ്ങുകയാണ്, എന്താ സംഭവിക്കുക? ഇയാളുടെ കയ്യിൽ 50 ലക്ഷമുണ്ട്. ഈ 50 ലക്ഷം ഫുള്ളായിട്ട് ഇയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് തുടങ്ങിയ പിറ്റേ ദിവസം മുതൽ മാർക്കറ്റിംഗ് ക്യാഷ് ഇല്ല. ഇതിൽ നിന്നെടുത്ത പൈസ എടുത്തു കഴിഞ്ഞാൽ ഇൻവെന്ററി താഴ്ത്തേക്ക് പോകും. അപ്പോൾ ഈ മാർക്കറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഇയാൾ ടോട്ടലി ആ മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും. പിന്നെ കുറച്ചു കാലത്തേക്ക് ഒരു നല്ലൊരു മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും തുടക്കത്തിൽ കുറച്ച് ആൾക്കാർ അട്രാക്ട് ചെയ്യും. പുതിയൊരു സ്ഥാപനം തുടങ്ങും, അത് 6 മാസം മാക്സിമം പോവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഡിക്ലൈൻ ആവാൻ തുടങ്ങും. പക്ഷേ ഈ 6 മാസത്തെ ബിസിനസ് കണ്ടിട്ട് അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന എന്താണ്? എല്ലാ കാലത്തും ഈ ബിസിനസ് ഉണ്ടാവും, അവർക്ക് മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വണ്ടിയിൽ എണ്ണ അടിക്കുന്നത് പോലെയാണ്. വണ്ടി എത്ര കാലം ഓടിക്കണോ അത്ര കാലം റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അത് ഫില്ല് ചെയ്യാത്തൊരു രീതി വരണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ലോയൽറ്റി ക്രിയേറ്റ് ചെയ്യണം. ലോയൽറ്റി എന്ന് പറയുന്നത് 100% ആ കസ്റ്റമർ അവിടെ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ. അങ്ങനത്തെ കസ്റ്റമേഴ്സിൻ്റെ വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റണം. അവർ റിപ്പീറ്റ് ആയിട്ട് അവിടെ നിന്ന് എടുക്കും. അവർ ലോയലായിട്ട് മാറിയിട്ടുണ്ടാവും. ഒരു സ്ഥാപനത്തിന് 1 ടൈം കസ്റ്റമർ, റിപ്പീറ്റ് കസ്റ്റമർ, ലോയൽ കസ്റ്റമർ ആൻഡ് അഡ്വക്കേറ്റ് പ്രൊമോട്ടർ, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ലോയലാക്കി മാറ്റണമെങ്കിൽ മിനിമം 2-3 കൊല്ലം നമ്മൾ സർവീസ് കൊടുക്കണം. അപ്പോൾ അവർ ലോയലായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, പിന്നെ മാർക്കറ്റിംഗ് അത്ര ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷെ അതുവരെ ക്യാഷ് ഇടാൻ അവരുടെ കയ്യിൽ വേണ്ടേ? അത് മാറ്റിവെക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു, ലൊക്കേഷൻ ഫൈനലൈസ്. പിന്നെയുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ആ ബിസിനസ്സുകാരന് ഇതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല. കാരണം എല്ലാ ബിസിനസ്സുകളിലും പീപ്പിൾ ഉണ്ട്, പ്രോസസ്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്. പീപ്പിൾ, പ്രോസസ്, ടെക്നോളജി, ഇത് മൂന്നിനെയും ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ഇപ്പോൾ വലിയ വലിയ കമ്പനികൾ നമ്മൾ കാണുന്നുണ്ട്, അവരൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ടെക്നോളജിയും പ്രോസസ്സും ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് HRM സിസ്റ്റം വേണം, എന്നാൽ അവർ കറക്റ്റ് വർക്ക് ചെയ്യുള്ളൂ, അവരുടെ പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോസസ്സുകൾ സെറ്റ് ചെയ്യണം. ഓർഡറിൻ്റെ പ്രോസസ്സ് ഉണ്ട്, ഡെലിവറി പ്രോസസ്സ് ഉണ്ട്, ഇൻവെന്ററി മാനേജ്മെൻറ്റ്, എല്ലാത്തിലും പ്രോസസ്സുകളുണ്ട്. ആ ഓർഡർ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ആ ടെക്നോളജി കൊണ്ടുവരാനും
ഇവർക്ക് കൺസൾട്ടേഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരാൾ ഒരു ആശയം കൊണ്ട് വന്നാൽ ഒന്നാമത്തത് അയാൾക്ക് ആശയത്തെ ഏറ്റവും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള എവിടെ പ്ലേസ് ചെയ്യണം അത് പറഞ്ഞു കൊടുക്കുന്നു, ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ബഡ്ജറ്റ് പ്രകാരം ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയ മാനേജ്മെൻറ്റ് ഏരിയ കറക്റ്റ് ചെയ്യുന്നു. പിന്നെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനം, എല്ലാ ബിസിനസ്സിലും സക്സസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ അതിലൊരു സക്സസ് സീക്രട്ട് ഉണ്ട്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് പറയും. അത് ആ ബിസിനസ്സിൻ്റെ ഉള്ളിലുണ്ട്. അതൊരു ഫുഡ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേറെയാണ്, ടെക്സ്റ്റൈൽസ് തുടങ്ങുകയാണെങ്കിൽ വേറെയാണ്, കൺസ്ട്രക്ഷൻ തുടങ്ങുകയാണെങ്കിൽ വേറെയാണ്, എല്ലാത്തിലും ഒരു ക്രിട്ടിക്കൽ സക്സസ്. അല്ലെങ്കിൽ ഒരു 100 ബിസിനസ് എടുത്ത് നോക്കാം, നമ്മൾ ഒരു 100 ഹോട്ടൽ എടുത്ത് നോക്കാം, അതിൽ എത്ര പേരെ വിജയിച്ചിട്ടുള്ളത്? 90 പേരും ഫെയിലിയർ ആയിരിക്കും, 90 പേരും വെറുതെ റൊട്ടേറ്റ് ചെയ്യായിരിക്കും. അതിലൊരു 10 പേരെ വിജയിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു അങ്ങാടി, ആ കടയിലേക്കാണല്ലോ നമ്മളധികം പോവാറ്. ആ വിജയിച്ച കട, അവർക്കൊരു ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ ഉണ്ട്. ആ ഫാക്ടറിനെ ഇവർക്ക് മനസ്സിലാവണം. അത് എല്ലാത്തിലും യുണീക്ക് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. അതാണ് നമ്മുടെ സൊല്യൂഷൻ മാസ്റ്ററുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ പല സ്ഥലത്തും പോയാൽ കിട്ടുമായിരിക്കും, പല ക്ലാസ്സിലും പോയാൽ കിട്ടുമായിരിക്കും. പക്ഷേ ഓരോ ബിസിനസ്സിലും ഇൻഡിവിജ്വൽ ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള സക്സസ് ഫാക്ടർ വേണം. മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യാം, മറ്റുള്ളവരുടെ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം, പീപ്പിൾ മാനേജ്മെന്റ് കോപ്പി ചെയ്യാം, ടെക്നോളജി കോപ്പി ചെയ്യാം, പലതും കോപ്പി ചെയ്യാമായിരിക്കും, ഡിസ്പ്ലേ പ്രൊഡക്റ്റ് ഒക്കെ കോപ്പി ചെയ്യും. പക്ഷേ ആ ബിസിനസ്സിനെ വിജയിപ്പിച്ചടക്കുള്ള സക്സസ് സീക്രട്ട് അതൊരു ഓരോന്നിനും യുണീക്ക് ആയിരിക്കണം. കാരണം അവർ വിജയിച്ച ആ പാതിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അവർ വിജയിച്ചതൊക്കെ കോപ്പി ചെയ്തിട്ട് പല ആൾക്കാർക്കും വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ യുണീക്ക് സക്സസ് ഫാക്ടർ, അതല്ല ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സൊല്യൂഷൻ മാസ്റ്ററുടെ ഏറ്റവും ഹൈലൈറ്റിങ്. സൊല്യൂഷൻ മാസ്റ്ററി നൽകുന്നത് നിങ്ങളുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കാനുള്ള ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ. അത് കസ്റ്റമേഴ്സ് ചെയ്ത് തരുന്നു. അതൊരു 3 hours പ്രോസസ്സാണ്. കൃത്യമായി ബിസിനസ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടർ, അത് 1 2 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ബിസിനസ്സുകൾക്ക് അനുസരിച്ചാണ് അത് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഒന്ന് നമ്മൾ വിജയിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് 2 3 കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ രണ്ടാമത്തെ ഉപയോഗിക്കാം, രണ്ടാമത്തെ ആയില്ലെങ്കിൽ മൂന്നാമത്തെ ഉപയോഗിക്കാം. അതാണ് സൊല്യൂഷൻ മാസ്റ്ററിലെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി ഫോർ എക്സാമ്പിൾ ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ മാർക്കറ്റിലുണ്ടെന്ന് വിചാരിക്കുക. അത് ഓവർകം ചെയ്യാനായിട്ട് ഈ ഒരു ബിസിനസ് പേഴ്സണ് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ദ സൊല്യൂഷൻ മാസ്റ്റർ എങ്ങനെയാണ് സൊല്യൂഷൻ കൊടുക്കുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതോടൊപ്പം തന്നെ ഈ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. കാരണം കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരേ സർവീസ് കൊടുക്കുന്ന, ഒരേ പ്രൊഡക്ട്സ് കൊടുക്കുന്ന, ഒരേ എക്സ്പീരിയൻസ് കൊടുക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷനിൽ നിന്ന് മറികടക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കൊടുക്കാത്തൊരു കാര്യം കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ, കോമ്പറ്റീറ്ററുടെ എന്താണോ വീക്ക്നെസ് അത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാന്ന് പറയും. അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻറ്റിയേഷൻസ്, യുണീക്ക്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീറ്ററുടെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം, അവരുടെ ബിസിനസ്സിനെ അനലൈസ് ചെയ്ത് അതിലെന്ത് യുണീക്ക്നെസ് കൊണ്ടുവരാൻ കഴിയും, അവരിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം കസ്റ്റമേഴ്സിന് വ്യത്യസ്തമായിട്ടുള്ള ചില പ്രൊഡക്ട്സിൽ കൊണ്ടുവരാം, ചിലതിൽ പ്രൊഡക്റ്റിൽ പറ്റില്ല, എല്ലാവരും ഒരേ ബ്രാൻഡ് വെക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ സർവീസിൽ കൊണ്ടുവരാം. സർവീസിലും പ്രൊഡക്റ്റിലും കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസിൽ കൊടുക്കാൻ പറ്റും. കസ്റ്റമർ അവിടെ വരുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ചൈനയിലൊക്കെ യാത്ര ചെയ്യുന്നു. ഞാൻ ചൈനയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. വ്യത്യസ്തമായി 30 രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് ശീലമില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ചൈനയിലൊക്കെ ഒരു 2000 റെസ്റ്റോറൻറ്റ് ഒരു സ്ഥലത്തുണ്ട് നോക്കുക, അല്ലെങ്കിൽ 5000 ഷോറൂമുള്ള നാഫന്താഷ, ഗോൺസോലൊക്കെ അവിടെയൊക്കെ ഈവൂലൊക്കെ ചെന്ന ആളുകൾക്ക് അറിയാം. ആയിരക്കണക്കിന് ഷോറൂമുകളാണ്. പക്ഷെ ഒരു ഷോറൂമിന് കോമ്പറ്റീറ്റർ അല്ല. ബിക്കോസ് അവരെല്ലാവരും ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, യുണീക്ക്നെസ് ഉണ്ടാവും. ഇതിന് നമ്മൾ ആൾക്കാർ തയ്യാറല്ല. കാരണം നമ്മൾ ആളുകൾ ഒന്നെങ്കിൽ കോപ്പി ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നല്ല കാര്യം മാത്രം ചൂസ് ചെയ്യും. എന്നിട്ട് അതിലൊരു കോപ്പി പേസ്റ്റ് ആണ് നമ്മൾ അധികം ചെയ്യാറ്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ റിസ്ക് ഫ്രീ ആണെന്നുള്ളതാണ് കാഴ്ച. ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ്. കോപ്പി ചെയ്യുമ്പോൾ കോമ്പറ്റീഷനിൽ പോയി കഴിഞ്ഞാൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, മാർക്കറ്റിൽ ഡിമാൻഡ് കുറയല്ലോ. ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിലോ പ്രൈസ് കുറച്ച് കൊടുക്കേണ്ടി വരും. ഇത് രണ്ടും ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പരാജയം തന്നെയാണ്, ലോസ് ആയിരിക്കും. ഫൈനലി അവർ ഫെയിലിയർ ആവും എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ആ യുണീക്ക്നെസ് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ എല്ലാ ബിസിനസ്സും ഇന്റേണൽ അതിൻ്റെ ഉള്ളിലിരിക്കും. ആ ക്രിയേറ്റീവ് പാർട്ട് അത്ര തന്നെ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. അതിനൊരു എക്സ്റ്റേണൽ പേഴ്സൺ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ നീഡ് നമുക്ക് അത് മനസ്സിലാക്കി ആ ബിസിനസ്സിൻ്റെ യുണീക്കായി, കാരണം നമ്മൾ ഇതിൽ ഒരുപാട് റിസർച്ച് നടത്തുന്നുണ്ട്. ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഇൻഡസ്ട്രികളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്ക്നെസ് കൊണ്ടുവരാം. യുണീക്ക്നെസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ
എല്ലാതും യുണീക്കാണ്. ഫോർ എക്സാമ്പിൾ പറയണത്, ഒരു മരത്തിൻ്റെ ഒരു ഇല എടുത്ത് അതുപോലത്തെ ഒരു ഇല ലോകത്തില്ല. ഒരു കല്ലെടുത്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു കല്ലില്ല. ഒരു മരം എടുത്തു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മരമില്ല. ഒരു മനുഷ്യനെടുത്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു മനുഷ്യനില്ല. ഇപ്പം എന്നെ പോലെ ലോകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും യുണീക്ക്നെസ് ക്രിയേറ്റീവ് ആയിട്ട് ഇവിടെ ഉണ്ട്, അത് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മളൊരു ബിസിനസ്സിൽ യുണീക്ക്നെസ് കൊണ്ടുവന്നുകൂടാ? പല ആൾക്കാരും ഈ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് മാർക്കറ്റിൽ ആ ഇൻഡസ്ട്രി തന്നെ തകർന്നു പോവുകയാണ്. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നുള്ളതാണ്. അപ്പോൾ കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ മാസ്റ്ററെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ക്രിയേറ്റീവായി ഡിഫറൻറ്റിയേഷൻസ് കൊണ്ടുവരാൻ നമുക്ക് നിങ്ങളെ മനസ്സിലാക്കി തരാൻ പറ്റും. ഇതൊന്നും അല്ലാതെ വേറെ എന്തെല്ലാം ഹൈലൈറ്റ്സ് ആണ് ദ സൊല്യൂഷൻ മാസ്റ്റർ ഒരു ബിസിനസ് പേഴ്സണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ സൊല്യൂഷൻ മാസ്റ്റർ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിലെ സെഗ്മെൻറ്റേഷൻ ചെയ്തിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉണ്ട്, ജ്വല്ലറി നടത്തുന്ന ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 10 ഇൻഡസ്ട്രികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ മാർക്കറ്റിൽ ഇപ്പോൾ എറണാകുളത്ത് കുറേ ടീമുകളുണ്ടാവും, സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ കോഴിക്കോടുണ്ടാവും, മലപ്പുറത്തുണ്ടാവും, ഓരോ രാജ്യങ്ങളിലുണ്ടാവും. അവരുമായിട്ട് ഒരു റീഡിഫൈൻ ഇൻഡസ്ട്രിയൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അതായത് റീഡിഫൈൻ, അതായത് ആ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ, ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലീഡിങ് ആൾക്കാരുമായിട്ട് ഒരു ടേബിൾ ടോക്കാണ്, ഒരു മീറ്റപ്പ് പോലെയാണ്. അവരായിട്ട് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് റീഡിഫൈൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ പ്രോഗ്രാം തരും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ അവരുമായിട്ട് നേരിട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഇൻഡസ്ട്രിയിലെ ആളുകളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്, ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ ഡിസ്കഷൻ ചെയ്യേണ്ടതാണ്. പലപ്പോഴും വ്യവസായ മന്ത്രി രാജീവ് സാർ ഇതിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്ത് വ്യവസായങ്ങളിൽ പോലും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ വ്യവസായങ്ങളിലും ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നം, ഒരു വ്യവസായം ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം ഡെവലപ്പ്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ ടാക്സ് അടക്കുന്നത് അവരാണ്. ഒരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ അവരാണ്. അതോടെ ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്നത് അവരാണ്. ഇനി എന്തെങ്കിലും സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതും അവരാണ്. അപ്പോൾ ഒരു ബിസിനസ് സംരംഭകൻ എന്ന് പറയുന്നത് വലിയൊരു രക്ഷകനാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സമയങ്ങൾ, നമ്മൾ കോവിഡ് സമയത്തും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, ഫ്ലഡ് സമയത്തൊക്കെ നമ്മൾ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആ ബിസിനസ്സുകാരൻ്റെ പ്രശ്നങ്ങളെ സംസാരിക്കാൻ, ഒന്ന് പറയാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു റീഡിഫൈൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ, ആ ഇൻഡസ്ട്രിക്കാർ മാത്രം ഇരുന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു. എന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു. അവിടെ നിന്ന് ഓൺ സ്പോട്ടിൽ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അവർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പൊതുവായിട്ട് നമ്മൾ കാണേണ്ട പരിഹാരങ്ങൾ എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് കുറച്ചിട്ട് പ്രോഫിറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. ഈ പ്രോഫിറ്റ് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ തകർന്നിരിപ്പിടാവും. കാരണം ഒരുപാട് എക്സ്പെൻസിൽ റൺ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇൻഡിവിജ്വലായിട്ട് എന്തൊക്കെയാണ് മാറ്റം വരുത്തണം. പിന്നെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് യുണീക്ക്നെസ് ഓരോരുത്തരും ഇൻഡിവിജ്വലി കൊണ്ടുവരാം. കോമ്പീറ്റ് ചെയ്യല്ല വേണ്ടത്, യുണീക്ക്നെസ് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അവയർനെസ് ക്യാമ്പയിനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ റീഡിഫൈൻ പ്രോഗ്രാം ഭയങ്കരമായിട്ട് സ്വീകാര്യത കിട്ടിയ ഒരു പരിപാടിയാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സൊല്യൂഷൻ മാസ്റ്ററിൽ കൊണ്ടുവന്നൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഏതെല്ലാം സംരംഭങ്ങൾ, ഇപ്പോൾ ടെക്സ്റ്റൈൽസ് കഴിഞ്ഞു, ജ്വല്ലറിയുടെ കഴിഞ്ഞു, അതുപോലെ സ്പോർട്സ് ഗുഡ്സിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളത് കഴിഞ്ഞു. അങ്ങനെ ഓരോ ഇൻഡസ്ട്രി നടന്നുകൊണ്ടിരിക്കുകയാണ്, പല രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ഞാൻ ഖത്തറിലായിരുന്നു, കഴിഞ്ഞ റിയാദ്, സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാട്ടിൽ കുറച്ച് പ്രോഗ്രാമുകൾ കഴിഞ്ഞു. അപ്പോൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടി. അത് വലിയൊരു പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഖത്തറിൽ ഇപ്പം ഈ ഫിഫ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ലോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനീസ് നിർത്തി പോകുന്നുണ്ട് എന്നുള്ളത് കേട്ടു. ശരിക്കും അതിൻ്റെ ആ ഒരു ബേസ് എന്താണ്, അങ്ങനെ വരാനുള്ള കാരണം എന്തായിരുന്നു? ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ആ രാജ്യത്തെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. അതല്ലാതെ അവിടെ അവർക്ക് ആ ഒരു ഫിഫ വേൾഡ് കപ്പ് ചെയ്യാനുള്ള സൈസിലേക്ക് എത്തിയ ഒരു രാജ്യമായിരുന്നില്ല. അവരെ ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അതായത് 200 രൂപ മുടക്കിയിട്ട് 20 രൂപ റിട്ടേൺ കിട്ടി എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് അതിൻ്റെ ROI വരുന്നത്. അപ്പോൾ രാജ്യം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ആ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഡെവലപ്പ് ചെയ്തതിൻ്റെ ഈ ഫിഫ വേൾഡ് കപ്പ് കഴിയുകയും അതിലൊരു 40% ഇപ്പോൾ അവിടെ ഫ്രീ ആയിട്ടാണ്. കാരണം അത്രയും സ്പേസ് ആവശ്യമില്ല, ഒരു ഇവന്റിന് വേണ്ടി ചെയ്തതൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സൈസിലേക്ക്, ഈ എക്സ്പെക്ടേഷനിലേക്ക് കുറേ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തു. കാരണം അതൊരു ഇവന്റ് ബേസ്ഡ് ആണ്. പിന്നെ ഈ ഫിഫ വേൾഡ് കപ്പ് നടത്തിയ സമയത്ത് തന്നെ ഗവൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ ആ ഫ്രീ ആയിട്ട് മാക്സിമം ട്രാൻസ്പോർട്ടേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ പല ആൾക്കാരും ബിസിനസ്സിന് ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് അത് എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കിയില്ല. കാരണം ഖത്തർ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്താൽ അത് അവരുടെ രാജ്യത്തിൻ്റെ
ക്രെഡിബിലിറ്റി കൂട്ടാനും അതുപോലെ വേൾഡിൽ അവർ അടയാളപ്പെടുത്താനും വേണ്ടി ചെയ്തത്. അല്ലാതെ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പിന് കാരണം അവർ ആൾറെഡി സമ്പന്നരാണ്. അപ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വെച്ചാൽ അതിൻ്റെ ശേഷം ഭയങ്കര ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് പോയിട്ടുണ്ട്. ഇതൊരു ചെറിയ രാജ്യമാണ്. ആ രാജ്യത്തിന് ആവശ്യമായ ബിസിനസ്സുകാർ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു 10 മടങ്ങ് ആളുകൾ അവിടെ കൊണ്ടുപോയി ബിസിനസ് തുടങ്ങി. സ്വാഭാവികമായിട്ട് ഇൻഫ്ലക്ഷൻ വരും. അത് അങ്ങനെയാണല്ലോ, ഏതൊരു കാര്യത്തിന് ഇൻഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ, മൂല്യതകർച്ച വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞെങ്കിൽ ഇൻഫ്ലക്ഷൻ വരും. അങ്ങനെ ഒരു ഇൻഫ്ലക്ഷൻ വന്ന സമയത്തുള്ള ഒരു ക്രൈസിസ് അത്രയും രാജ്യമാണ്. കാരണം അതിനാവശ്യം പിന്നെ അധിക പ്രോജക്റ്റുകളും ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് നേരിട്ടാണ്. പിന്നെ ഫിഫ വേൾഡ് കപ്പിൽ ഉണ്ടായ ഫ്ലോ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആഫ്റ്റർ അത്രയും ഒരു കപ്പാസിറ്റി ഉള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഖത്തർ ഇനി ആ ഒരു ബൂമിംഗ് സെക്ഷനിലേക്ക് വരേണ്ട ഒരു ബൂമിംഗ് ആ ഒരു സ്റ്റേജിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ടോ? അതിന് എത്ര നാൾ പിടിക്കും? അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയാമോ? അവിടെ ഇപ്പോൾ ഉള്ളത് ഒരു 40% ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഫ്രീ ആയി കിടക്കുവാണ്. ഇപ്പോൾ അവിടെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. കാരണം റോഡുകൾ വളരെ കാലിയാണ്, ബിൽഡിങ്ങുകൾ ഇഷ്ടം പോലെ കിട്ടാണ്. പക്ഷേ അവർ ചെയ്ത ഒരു കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഒരു തരത്തിൽ ഒരു രൂപ പോലും റെന്റിൽ കുറച്ചില്ല. ആ വാല്യൂ, ആദ്യത്തെ അതേ വാല്യൂ തന്നെ ഇപ്പോഴും അവിടുത്തെ റെന്റുകൾക്കും അവിടെ ബിൽഡിങ്ങുകൾക്കും ഒക്കെ ഉണ്ട്. അതായത് ആ ഒരു രാജ്യം ഇപ്പോഴും അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കാരണവശാലും ചെയ്യുന്ന ബിസിനസ്സുകൾക്കൊന്നും തകരാനുള്ള സാധ്യതകളില്ല. പക്ഷെ അപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി അവരിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ഖത്തറിൻ്റെ ഒരു ക്വാളിറ്റി, അവിടെയുള്ള മാർക്കറ്റിൻ്റെ ആ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി ഹൈ ക്വാളിറ്റിയിൽ അവിടെ സർവീസ് ചെയ്യാൻ, പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുവാണെങ്കിൽ മാത്രമേ അവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ക്യാപിറ്റലും കൊണ്ട് സംരംഭം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് പോയ ആൾക്കാരാണെങ്കിൽ അവിടെ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ അടുത്തായിട്ട് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30ഓളം രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംരംഭകർക്ക് മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാൾ. ഇപ്പോൾ ഗൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് കൃത്യമായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അങ്ങനെ ഒരു മാർഗദർശിയും വഴികാട്ടിയുമായിട്ടുള്ള ഒരാളാണ് ഗിന്നസ് റഷീദ്, അതുപോലെ ദ സൊല്യൂഷൻ മാസ്റ്റർ. അപ്പോൾ എത്രത്തോളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഇപ്പം ഇപ്പോഴൊന്നും പറഞ്ഞു അത് ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു. അതുപോലെ ഇത്രത്തോളം നമ്മൾ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ലക്ഷക്കണക്കിന് സംരംഭകരുമായിട്ട് സംവദിച്ചപ്പം എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രാജ്യങ്ങളിൽ പോയത് 30 രാജ്യങ്ങളാണ്. ഒരുപാട് എണ്ണി പറയാനുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ, GCC രാജ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആഫ്രിക്ക ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. എല്ലാ സ്ഥലങ്ങളിൽ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സംവദിക്കുന്നത് മലയാളി കമ്മ്യൂണിറ്റി, ഞാൻ പ്രവാസികളായിട്ടുള്ള മലയാളി കമ്മ്യൂണിറ്റിയോടാണ് സംവദിക്കുക. കാരണം ഞാൻ മലയാളി കമ്മ്യൂണിറ്റിനെ എംപവറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർഗ് കമ്മ്യൂണിറ്റി 2015 ഫോർമേഷൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്തൊക്കെ ഉള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം കണ്ടിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ മലയാളി കമ്മ്യൂണിറ്റിനെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് ട്രെയിനിങ്ങിനെ കുറിച്ചും ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് തുടക്കത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചായിരുന്നു തുടക്കം മുതലൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്, എന്തിനാണ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, എന്തിനാ ബിസിനസ് പഠിച്ചിട്ട് ചെയ്യണമാണോ, ചെയ്തിട്ട് പഠിക്കണമല്ലേ എന്നൊക്കെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മൾ കണ്ടും കേട്ടും പഠിക്കാത്തത് കൊണ്ട് പഠിക്കാം എന്നുള്ളത് റിയാലിറ്റി തന്നെ. പക്ഷെ കൊണ്ട് പഠിക്കുന്നത് ഇപ്പോൾ ഒരു തിരക്കുള്ള റോട്ടിൽ ഒരാൾ ഡ്രൈവിംഗ് അറിയാത്ത ആൾ ഡ്രൈവ് ചെയ്യാൻ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. അതേപോലെ തന്നെ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസുകൾ ഉണ്ടാവും. അപ്പോൾ കൊണ്ട് പഠിക്കണം എന്ന് പറയുന്ന ആൾക്ക് അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലേണിംഗ് ആയിട്ട് ഈ ഒരു രീതിയായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എവിടെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടായിരുന്നു നെഗറ്റീവായിട്ട്. പക്ഷെ പതിയെ ആളുകൾക്ക് അത് റിയലൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ പഠിച്ചിട്ട് തുടങ്ങണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരാൻ തുടങ്ങി. ആദ്യത്തെ കാലത്ത് 2015 നമ്മൾ ആദ്യമായിട്ട് ഈ സംരംഭമായിട്ട് ഇറങ്ങുമ്പോൾ മാർഗ് കമ്മ്യൂണിറ്റിയുമായി ഇറങ്ങിയിട്ട് മലപ്പുറത്താണ് ആദ്യം ഒരു മീറ്റിംഗ് വിളിക്കുന്നത്. 22 ആൾക്കാരെ നമ്മളൊരു ഹോട്ടലിലേക്ക് വിളിച്ചിട്ടാണ് ഈ ആശയം പറയുന്നത്. ആ സമയത്ത് ഞാൻ പ്രഖ്യാപിച്ചതാണ് 100,000 ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ 100,000 ആൾക്കാരെ ലൈഫ് ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമെന്നൊരു തീരുമാനത്തിലാണ് ആദ്യത്തെ ക്ലാസ് പോയി. 22 പേരാണ് അതിൽ പങ്കെടുത്തത്. അവരോട് ഞാൻ ഈ ആശയം പറഞ്ഞു. അതോടൊപ്പം തന്നെ അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ആവട്ടെ, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആവട്ടെ, ഇതിലൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിക്കുവാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മനുഷ്യന് 50-60 വയസ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 20 വയസ്സ് വരെ എഡ്യൂക്കേഷൻ ആണ് നമ്മളത്. 20-ന്റെയും 30-ന്റെ ഇടയിൽ നമ്മൾ പലതും ചെയ്ത് ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക. ആഫ്റ്റർ 30 ആണ് എന്തെങ്കിലും ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. 40 ആകുമ്പോഴേക്കും
ഒരു ഏജിൻ്റെ ഒരാളുടെ മിഡിൽ ക്രൈസിസിലേക്ക് വന്നിട്ടുണ്ടാവും. അതിന് ശേഷം പിന്നെ പല ബാധ്യതകളായിരിക്കും, പിന്നെ വലിയ റിസ്ക് ഒന്നും എടുക്കില്ല. അപ്പോൾ ഒരു ബിറ്റ്വീൻ 20 30 ഇടയിൽ കൃത്യമായ ഡയറക്ഷൻ കിട്ടുവാണെങ്കിൽ അയാൾക്ക് വലിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാനും ആഫ്റ്റർ 30 അയാളുടെ ഏജിൻ്റെ 30 ആകുമ്പോഴേക്ക് അയാൾക്ക് ഒരു വലിയൊരു കമ്പനി ബിൽഡ് ചെയ്യാനും വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ കിട്ടുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്ക് ഒഴിവാക്കാൻ പറ്റും. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 60 വയസ്സ് വരെ ജീവിച്ച മിസ്റ്റേക്ക് ചെയ്യുന്നില്ലേറെ നല്ലത് 60 വയസ്സ് വരെ ജീവിച്ച ഒരാളിൽ നിന്ന് എക്സ്പീരിയൻസ് മനസ്സിലാക്കി അയാൾ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു മണിക്കൂർ കൊണ്ട് അത് ക്യാപ്ചർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു മെൻറ്റർ എടുത്ത് ഒരു ട്രെയിനർ എടുത്ത് ഒരു ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്ത് ലൈഫിൽ നമ്മൾ ഒരുപാട് മിസ്റ്റേക്ക് ചെയ്തെന്ന് പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളത് കൃത്യമായി മുൻകൂട്ടി അറിയാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ട്രെയിനർ മെൻറ്റർ ഒരാളുടെ അൺനോൺ ആയിട്ടുള്ള ഏരിയയെ ഓപ്പൺ ചെയ്ത് കൊടുക്കും. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേറൊരാൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ലോകത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മെൻറ്റർഷിപ്പ് എടുക്കുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വാഹനം മേടിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അതിലൊരു വീട് കയറ്റുവാണെങ്കിൽ, എന്തൊരു രോഗം ഉണ്ടാവും, എല്ലാത്തിനും നമ്മളൊരു കൺസൾട്ടിങ് ചെയ്യാറുണ്ട്. പക്ഷെ ലൈഫിനെ കുറിച്ച്, എൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് കുഴപ്പമുണ്ടോ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനോ ചോദിക്കുവാനോ നമുക്ക് മടിയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ചെന്ന സമയത്ത് ആദ്യം നേരിട്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. പക്ഷെ പതിയെ ഇപ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു തുടങ്ങി. ഇപ്പോൾ എവിടെ ട്രെയിനിങ് വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ആളുകൾ വരാറുണ്ട്. എല്ലാവരും ഇപ്പോൾ ഖത്തറിൽ പോയപ്പോൾ 6 ദിവസം ഖത്തറിലുണ്ടായിരുന്നു, 6 ദിവസം സൗദിയിലുണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാം ഹൗസ്ഫുൾ ആയിരുന്നു. സാർ നേരത്തെ പറഞ്ഞതുപോലെ മടി ഉണ്ടാകും. ആരോട് ഇപ്പം എങ്ങനെ ചോദിക്കണം, അല്ലെങ്കിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ, നേരത്തെ പറഞ്ഞ കണ്ടും കേട്ടും അല്ലെങ്കിൽ കൊണ്ടും പഠിക്കണം എന്ന് പറയുന്നതിന് പകരം കൊടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ എത്താൻ തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ തരത്തിലുള്ള സൊല്യൂഷൻസും, ഒരു ബിസിനസ് പ്രോബ്ലംസിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് കിട്ടാനായിട്ട് ദ സൊല്യൂഷൻ മാസ്റ്റർ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു. അപ്പം വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗിന്നസ് റെക്കോർഡിൻ്റെ കാര്യങ്ങൾ. കാരണം ഒരു ഗിന്നസ് റെക്കോർഡിൽ എത്താൻ തന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഒന്നിലധികം ഗിന്നസ് റെക്കോർഡുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ബിഗ് തിങ്, ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ ഏതൊക്കെയാണ് ആ ഗിന്നസ് റെക്കോർഡുകൾ, എന്തിനൊക്കെയാണ് അത് ലഭിച്ചത്? ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗിന്നസ് എന്തുകൊണ്ട് നേടി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു പ്രഭാഷണം സ്റ്റക്കായി നിന്ന ആ ഒരു 7 വയസ്സിൽ ഞാൻ കയറിയ പീഠത്തിൽ കയറി എൻ്റെ മദറിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞാൻ പ്രഭാഷണ കലയിൽ വലിയ ആളാവണം എന്നുള്ളത്. എൻ്റെ ഉള്ളിൽ അതിൻ്റെ പാഷനും അതിൻ്റെ ടാലൻറ്റും ഉണ്ട്, ഇൻബോൺ ടാലൻറ്റും ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് മിനിക്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കുറേ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ ആസ് എ ട്രെയിനർ എന്നുള്ളതിലേക്ക് ഞാൻ പിന്നെ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ആൾക്കാരോട് പറയുന്നത് എന്താണ്, വേൾഡ് ടോപ്പ് ഓഫ് ദി ഔട്ട് ടു ബിക്കം ബെസ്റ്റ് ഇൻ ദ വേൾഡ്. അതാണ് ഒരു പ്രൊഫഷണൽസിനോടും ബിസിനസ്സുകാരോടും പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു മേഖലയിൽ ആസ് എ ട്രെയിനർ എന്നുള്ള കൺസൾട്ടൻ്റ് എന്നുള്ളതിലേക്ക് എൻ്റെ ഇതിൽ എന്താണ് ടോപ്പ് ഓഫ് ദി വേൾഡ്, അത് സെർച്ച് ചെയ്ത സമയത്താണ് കണ്ടെത്താൻ പറ്റിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ സമയം കണ്ടിന്യൂസ് ആയിട്ട് മെക്സിക്കോയിലുള്ള ഒരാളാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡാറ്റയെല്ലാം പരിശോധിച്ച് അതൊരു 10 വർഷം മുന്നെയാണ് പരിശോധിച്ചത്. അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് ഞാൻ വന്നത്. ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു തീരുമാനം എടുത്തു, ഞാൻ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടത് 73 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. വിത്തൗട്ട് ഫുഡ്, വിത്തൗട്ട് സ്ലീപ്പ്, ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂ സംസാരിക്കുക എന്നുള്ളതാണ്. ഒന്നും കഴിച്ചു, വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ ആ 4 ഡേയും 3 നൈറ്റിലും. അപ്പൊ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് മരണം വരെ സംഭവിച്ചേക്കാം, അതുപോലെ സൗണ്ട് പോയേക്കാം, പലതും സംഭവിക്കും. അപ്പൊ അതിനുള്ള ഒരു ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലെ ഏറ്റവും വലിയ ക്രിട്ടിക്കാലിറ്റി എന്ന് പറയുന്നത് 73 മണിക്കൂർ പറയാനുള്ളതും ബൈഹാർട്ടായത്. കാരണം അതിന്റെ ഗിന്നസിന്റെ ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണത്. അത് കംപ്ലീറ്റ് ഞാൻ ബൈഹാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അത് ഓർഡറിൽ പറയും വേണം. 38 ഗസറ്റഡ് ഓഫീസർമാർ സൈൻ ചെയ്യണം ഈ ഓർഡറിലാണ് വന്നത് എന്നുള്ളത്. അപ്പൊ അതിനൊരു 16 പേജുള്ള വലിയൊരു ക്രൈറ്റീരിയ ഉണ്ട് ഗിന്നസിലേക്ക് അത് എത്തണമെന്ന്. കാരണം ഗിന്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ ഒരാളും ചെയ്യാത്ത കാര്യമായിരിക്കണം, ഒരാൾ മാത്രം ചെയ്ത കാര്യം, അതിനാണ് ഗിന്നസ് കിട്ടുള്ളൂ. കാരണം ആ മേഖലയിൽ ഇപ്പൊ ഞാൻ നേടിയിരിക്കുന്നത് ലോങ്ങസ്റ്റ് ബിസിനസ് ലെസൺ ആണ്. ഇപ്പൊ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് ബിസിനസ്, ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച്, ഇപ്പൊ ലോങ്ങസ്റ്റ് ബിൽഡിംഗ്, ഹയസ്റ്റ് ബിൽഡിംഗ് ഒക്കെ അടിക്കുന്ന പോലെ തന്നെ ലോങ്ങസ്റ്റ് ബിസിനസ് ലെസൺ, അതിൽ 73.15 എന്നെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 9 വർഷക്കാലം
പ്രാക്ടീസ് ചെയ്യും. ഒരു വർഷക്കാലം ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ 73.15 എന്ന് പറയുമ്പോൾ അതിന് മുന്നേ 70 അങ്ങനെ അങ്ങനെ അതിന്റെ മുന്നേ ഓരോരുത്തരും ഇങ്ങനെ അച്ചീവ് ചെയ്ത് വന്നതാണ്, ചെയ്തിട്ട് വന്നത്. അപ്പൊ ഈ 73 ആണ് ഇപ്പോഴത്തെ റെക്കോർഡ്. 73.15 അതെന്റെ പേരിലാണുള്ളത്, ഒരു മലയാളിയുടെ പേരിലാണുള്ളത്. പക്ഷെ അതിലേക്ക് എത്താൻ വേണ്ടി ഈ 9 വർഷക്കാലം എന്റെ പ്രാക്ടീസ് സൗണ്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് മുടങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, പിന്നെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഉറക്ക്. നമുക്ക് ഒരു ദിവസം ഉറങ്ങിയിൽ പിറ്റേ ദിവസം നമുക്ക് മെമ്മറി ലോസ് ആവും, അതോടൊപ്പം തന്നെ നമുക്ക് എനർജി ലോസ് ആവും. അപ്പൊ ആ എനർജി പോവാതെ, മെമ്മറി പോവാതെ, റീകോൾ വാല്യൂയോട് കൂടെ ആ സ്റ്റേജിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി അത് വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു. അപ്പൊ അതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്, ഞാൻ ഓരോ ദിവസം ഉറക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. ഉറക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ്, അതിനുള്ള ഒരുപാട് എക്സസൈസുകളുണ്ട്. ഫുഡ് ഹാബിറ്റ്സ് കംപ്ലീറ്റ് മാറ്റി. നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡും കഴിച്ചിട്ടില്ല, അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്, അതിന് വേണ്ടിയുള്ള ട്രെയിനേഴ്സ് ഉണ്ട്, മെന്റേഴ്സ് ഉണ്ടായിരുന്നു, അതിന് ന്യൂട്രീഷ്യൻസ് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഫിസിഷ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5ഓളം ആളുകൾ എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ബോഡി, എൻ്റെ ശരീരം ഉറങ്ങാതെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒക്ടോബർ 17, 2021 ഞാൻ എൻ്റെ ബോഡീനെ അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു എന്നുള്ളതാണ്. അത് ഉറങ്ങാത്തൊരു വ്യക്തിയായിട്ട് എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും എനർജറ്റിക്. അങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഞാൻ അറ്റംപ്റ്റ് നടത്തുന്നത്. ലീഡ് കോളേജ് പാലക്കാട് വെച്ചിട്ടാണ് അറ്റംപ്റ്റ് നടത്തിയത്. അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയി. ആദ്യത്തെ അറ്റംപ്റ്റിൽ കുറെ മോക്ക് ഡ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അറ്റംപ്റ്റ് നടത്തി വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ചു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം നവംബറിലാണ് ദുബായിൽ വെച്ചിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ്സ് റിസീവ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ തന്നെ കോമ്പറ്റീഷൻ നടന്നത് ലീഡ് കോളേജിൽ പാലക്കാട് വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇത് റിസീവ് ചെയ്യുന്നത് ദുബായിൽ വെച്ചിട്ട്. അന്ന് കോവിഡ് കാലമായതുകൊണ്ട് 2021 അല്ലേ, കോവിഡ് കാലമായതുകൊണ്ട് ഇവിടുന്ന് ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റാതായി. അപ്പോൾ അവർ വരില്ല എന്നുള്ളത് കൊണ്ട് ദുബായിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ. ഗിന്നസിന്റെ അതോറിറ്റി ഒക്കെ വന്ന് അവിടെ നിന്ന് വെച്ചിട്ടാണ് അത് റിസീവ് ചെയ്തത്. വലിയൊരു ചടങ്ങായിരുന്നു ദുബായിൽ. അതാ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ റെക്കോർഡ്, ഏഷ്യൻ റെക്കോർഡ്, കലാം വേൾഡ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ്, ടൈം വേൾഡ് റെക്കോർഡ്, ഇതൊക്കെ ഓരോ വേൾഡ് റെക്കോർഡ് അതോറിറ്റികളാണ്. ഇന്ത്യൻ, ഏഷ്യ, ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്. പിന്നെ ആൾറെഡി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് കൊണ്ട് തന്നെ ഇതിന്റെ അതോറിറ്റിക്കൊക്കെ ഇതിന്റെ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുകയും ആ റെക്കോർഡ് അതോറിറ്റിയിലൊക്കെ സർട്ടിഫിക്കറ്റ്, അപ്പം അങ്ങനെയുള്ള റെക്കോർഡുകളൊക്കെ നമുക്ക് അതിൻ്റെ അംഗീകാരങ്ങളെല്ലാം ലഭിച്ചു എന്നുള്ളത്. പക്ഷേ ഗിന്നസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ താഴെ വരുള്ളൂ എല്ലാം. ലോകത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് അതോറിറ്റി എന്ന് പറയുന്നതാണ്. ഇത് എന്തുകൊണ്ട് നേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആളുകളോട് പറയുന്നത് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ യു ക്യാൻ ബെസ്റ്റ് ആവാൻ പറ്റും, അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദി വേൾഡിൽ എത്താൻ പറ്റും. അതാദ്യം നമ്മൾ കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാൽ, ആ കാര്യം നേടാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുവാണെങ്കിൽ വൺ ഡേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വളരെ ലോജിക്കലായിട്ടും സ്ട്രാറ്റജിക്കലായിട്ടും ഒക്കെ ക്ലാസ്സിലൊക്കെ വളരെ ക്ലിയർ എടുത്തുകൊണ്ട് കാര്യമില്ല. എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാനത് ചെയ്തത്. അത് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകുന്നതും സംസാരിക്കുന്നിടത്തൊക്കെ ഗിന്നസ് സുരക്ഷ എന്ന് പറയുമ്പോൾ ഈ ഗിന്നസ് ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയൊരു ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഒരു അച്ചീവ്മെന്റിൽ വേറെ കുറെ ആളുകൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയെന്ന്. കാരണം അവർക്കും പ്രചോദനമാണ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം ഞാൻ സാധാരണ കുടുംബത്തിൽ, സാധാരണ പല ആൾക്കാരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചാണ്, ഞാൻ വില്ലേജിൽ വളർന്നവനാണ്. ഇത് രണ്ടും ഒരിക്കലും ഒരു എക്സ്ക്യൂസ് അല്ല. ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് ആൾക്കാർ എടുക്കാറുണ്ട്. കാരണം നമ്മൾ എവിടെ ജനിച്ചു, നമ്മൾ ആരുടെ മകനാണ്, നമ്മൾ ജനിച്ചത് പാവപ്പെട്ടവരാണ്, അതൊന്നും ഒരു കാരണമല്ലല്ലോ. നമുക്ക് നമ്മളെ അടുത്ത ലെവലിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ആഗ്രഹവും ആഗ്രഹത്തിലുള്ള വിശ്വാസവും അതിന് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ 100% വൺ ഡേ മുന്നോട്ട് പോകും. ആക്ച്വലി ഞാൻ സാറിനോട് ചോദിക്കാനിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ ഒരു ജോലി ചെയ്യും, നമ്മളതിന് പേയ്മെൻറ്റ് വാങ്ങിക്കും, അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടും, നമ്മൾ വീട്ടിലേക്ക് പോകും, നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അതിൽ ടോപ്പ് ഓഫ് ദാറ്റ് വൺ നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മനസ്സ് അതിനനുസരിച്ച് പാകപ്പെടുത്തിയെടുക്കണം. അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണം. അപ്പോൾ സാർ പറഞ്ഞു അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒഴിവായിപ്പോയി. സാർ എന്നെ പറഞ്ഞു അത് എങ്ങനെ അതിലേക്ക് എത്താനുള്ളൊരു റെക്കോർഡ് എന്നൊരു, അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് എന്നൊരു സംഭവത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഒന്നും വരുന്ന ഒരു ചിന്തയല്ല. അപ്പോൾ ഇത് സൊല്യൂഷൻ മാസ്റ്ററിന് അങ്ങനെ ചിന്ത വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആളുകൾക്ക്, ഇത്രയും ഈ പറഞ്ഞ പോലെ 30 രാജ്യങ്ങളിൽ ഇത്രയും ലക്ഷക്കണക്കിന് സംരംഭകർക്ക് ഒരുപാട് സൊല്യൂഷൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് സൊല്യൂഷൻ മാസ്റ്റർ ആയിട്ടുള്ള ഗിന്നസ് റഷീദിന്, സാറിന് അങ്ങനത്തെ ഒരു ചിന്ത വരാനുള്ള കാരണം അല്ലേ. പിന്നെ ഇത് കൂടാതെ ഗിന്നസ് റെക്കോർഡുകൾ കൂടാതെ നമുക്ക് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് സാർ, 3ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകങ്ങൾ എഴുതാനായിട്ടുള്ള കാരണം, ആ പുസ്തകങ്ങൾ ഏതാണ് എന്നൊക്കെ ഒന്ന് പറയാം.
ഓക്കെ, ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന. ഒറ്റ സന്ദേശമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹത്തിൻ്റെ കനലുണ്ടെങ്കിൽ ആ കനൽ നിങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വൺ ഡേ അത് ആളി കത്തിക്കാനുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം. ആ കനൽ എന്താ വെച്ചാൽ കെട്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല ആൾക്കാരും മഴ പെയ്യുമ്പോഴേക്കും, ഒരു മഞ്ഞുണ്ടാകുമ്പോഴേക്കും, ഒരു കാറ്റടിക്കുമ്പോഴേക്കും അത് കെട്ടുപോകും. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ലോകത്ത് സ്വപ്നങ്ങളില്ലാത്ത ഒരാളും ഇല്ല. അപ്പോൾ ഈ സ്വപ്നങ്ങളെ കനൽ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രെയിനിങ് നടത്തുന്നുണ്ട്, മെൻറ്ററിങ് കൊടുക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ്, ഇൻസ്റ്റയിലൊക്കെ ഗിന്നസ് റെക്കോർഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ്, എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്, ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ കുറേ ആളുകൾ ഇതൊക്കെ നോക്കാതെ വായിക്കുന്ന ആൾക്കാർ, വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകളെ ഇൻസ്പയർ ചെയ്യേണ്ടതുണ്ടല്ലോ, അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് 3 പുസ്തകം എഴുതി. അത് ഒന്നാമത്തെ പുസ്തകം എന്ന് പറയും ബിസിനസ് ഒരു നന്മ മരം എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നന്മ ചെയ്യുന്ന ഒരു നന്മ മരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് മാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത്, ടാക്സ് അടക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചറിൽ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, ചാരിറ്റി എല്ലാം കൊടുക്കുന്ന ബിസിനസ്സുകാരാണ്. ഒരു ക്രൈസിസ് വന്നിട്ടുണ്ടെങ്കിലും പിടിച്ചു നിർത്തുന്ന എല്ലാ ബിസിനസ്സുകാരാണ്. ബിസിനസ്സുകാരില്ലാതെ ഈ ലോകത്ത് ഒരിക്കലും വളർച്ച ഉണ്ടാവില്ല, നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സുകാരന് ഒരു നന്മമരമാണ്. ആ മരം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മരമായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അതായത് സാധാരണ ഒരു ബിസിനസ്സുകാരൻ വലിയൊരു ബിസിനസ് മാൻ ആവുമ്പോഴാണ് മരമാവുന്നത്, അല്ലെങ്കിൽ അയാൾ തന്നെ അയാൾക്കൊരു ബാധ്യതയായി മാറും ചെറിയ അതിൻ്റെ ഇടയിൽ കുടുങ്ങി കഴിഞ്ഞാൽ. അതെങ്ങനെയാണെന്നുള്ള അറിയിക്കുന്ന ഒരു പുസ്തകമാണ് ബിസിനസ് ഒരു നന്മമരം എന്ന് പറയുന്ന ഒരു പുസ്തകം. രണ്ടാമത്തെ ഒരു പുസ്തകം എഴുതിയത് ഞാൻ ഗിന്നസുമായിട്ട് ഇൻസിഡൻറ്റ് ചെയ്തു. കാരണം എൻ്റെ ലൈഫിൽ 7 വയസ്സിന് ഒരു മിനിറ്റിൻ്റെ പ്രഭാഷണം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത എനിക്ക് 73 മണിക്കൂർ 15 മിനിറ്റും കണ്ടിന്യൂ സംസാരിച്ച്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം സംസാരിച്ച, ട്രെയിനിങ് എടുത്ത, ബിസിനസ് ക്ലാസ് എടുത്ത ഒരു പ്രസംഗിച്ച ഒരു വ്യക്തിയായിട്ട് എനിക്ക് ലോകത്തിന് മുമ്പിൽ മാറാൻ സാധിച്ചതിൻ്റെ ആ കനൽ വഴി എങ്ങനെയാണെന്നുള്ളത്. കാരണം ആ കനൽ ഞാൻ എങ്ങനെയാണ് 30 വർഷം കീപ്പ് ചെയ്തത്, എങ്ങനെയാണ് അതിനെ ആളിക്കത്തിച്ച് ലോകത്തിനെ കീഴടക്കുന്ന രീതിയിൽ ലോകത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്താൻ സാധിച്ചത് എന്നൊരു സ്റ്റോറി ആളുകൾ അറിയേണ്ടതുണ്ട്. കാരണം വരും തലമുറകൾ അത് വായിച്ചു കഴിഞ്ഞാൽ അവരത് ഇൻസ്പയർ ആവുന്നതോടുകൂടി അവരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്, ഒരു തിരക്കഥാ മോഡലിലാണ്. അത് ഒരുപാട് ആളുകൾ വായിക്കുന്നുണ്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. മൂന്നാമത്തെ ഒരു പുസ്തകം എഴുതിയത് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് ആണ്. പല ആൾക്കാർക്കും നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ മടി ഉണ്ടാവും, പേടി ഉണ്ടാവും, സംശയം ഉണ്ടാവും. ഈ 3 രോഗങ്ങളാണ് അധികം ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വലിയ കാര്യങ്ങളിലേക്ക് വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടോ, ചെറിയ സ്റ്റെപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ്. സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്നുള്ള ഏതൊരു വലിയ കാര്യം തുടങ്ങുന്നത് ഏറ്റവും വലിയ ഉയരം കൂടിയ ബുർജ് ഖലീഫ ഉണ്ടാക്കിയ ആദ്യത്തെ 1ാമത്തെ സ്റ്റെപ്പ് ഉണ്ടാവും അല്ലേ. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്, ബേസിക് ഉണ്ടാവും. അങ്ങനെയാണ് എല്ലാം തുടങ്ങാൻ പറ്റുക. അപ്പോൾ ആളുകൾക്ക് ഈ ചെറിയ കാൽവെപ്പുകൾ, നമ്മൾ നടക്കാൻ പഠിച്ചത് എങ്ങനെയാണ്, ചെറിയ കാലുവെപ്പുകൾ വെച്ചിട്ടാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നടക്കില്ല. ഇപ്പം നടക്കുന്ന ഓട്ടോ ഒക്കെ ഉസൈൻ ബോൾട്ടും ആദ്യം പിച്ച വെച്ചിട്ടാണ് തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണല്ലോ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ ഒരു അത്ലറ്റിക് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പിച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ തുടക്കത്തിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ വിജയം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ ആദ്യം ഒരു പ്രസംഗ കലയിലേക്ക് വരുന്ന 1 മിനിറ്റിൻ്റെ പ്രസംഗമാണ്, പിന്നെ ഞാൻ നടത്തിയ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗമാണ്. അപ്പോൾ അതിലേക്ക് എത്താൻ 30 വർഷക്കാലം എടുത്തു. പക്ഷേ ഈ 30 വർഷക്കാലം എൻ്റെ മനസ്സിലുള്ള ഈ ഒരു പ്രസംഗ കലയിലൂടെ ആഗ്രഹം, എൻ്റെ പാഷനുള്ള ആഗ്രഹം കെടാതെ ഞാൻ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു സീക്രട്ടുകളാണ് സ്മോൾ സ്റ്റെപ്പ് ഗ്രേറ്റ് സക്സസ് എന്ന് പറയുന്ന 3ാമത്തെ പുസ്തകം. ഈ 3 പുസ്തകം ഷാർജ ബുക്ക് ഫെയർ, ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ ആണ് ഷാർജ. 15 ലക്ഷം പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന 2000 പബ്ലിക്കേഷനൊക്കെ വരുന്ന വലിയൊരു ബുക്ക് ഫെയർ ആണ്. അതിൽ വെച്ചിട്ടാണ് 3 പുസ്തകങ്ങളും റിലീസ് ചെയ്തത്. ഇതിലെല്ലാം കൂടുതലും സാറിന്റെ അനുഭവങ്ങൾ തന്നെയായിരിക്കും. അതായത് എൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ എൻ്റെ ബിസിനസിൻ്റെ ജേണിയാണ്. 2ാമത്തെ പുസ്തകത്തിൽ ഗിന്നസിലേക്ക് എത്തിയ ഒരു വലിയ എക്സ്ട്രാ ഓർഡിനറി കാര്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് അതിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ചെറിയ കാൽവെപ്പിലൊരു ബിസിനസ് വലിയ സംരംഭമാക്കി എങ്ങനെ മാറ്റാം. എല്ലാം നമ്മളെ അനുഭവങ്ങളും പിന്നെ ഒരുപാട് സംരംഭം 2 ലക്ഷം ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു പ്രായത്തിൻ്റെ ഇടയിൽ. അത്ര ആൾക്കാർ സംവദിക്കാൻ പറ്റി. അപ്പോൾ അവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, സ്റ്റോറീസ്, നമുക്ക് എക്സ്പീരിയൻസുകളൊക്കെ ഇതിലേക്ക് പകർത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 പുസ്തകങ്ങൾ വളരെ ഉപയോഗപ്രദമാണ് ബിസിനസ് ഓണേഴ്സിനൊക്കെ. ആമസോണിൽ അവൈലബിൾ ആണ് 3. അപ്പോൾ നമ്മൾ ട്രാവൽസിൽ നിന്നും ദ സൊല്യൂഷൻ മാസ്റ്ററിലെത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമ്പനികൾ, ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ജയപരാജയങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ, ഗിന്നസ് റെക്കോർഡുകൾ, പുസ്തകങ്ങൾ, ഇതെല്ലാം എത്തി നിൽക്കുമ്പോൾ ഇത് ടോപ്പാണ്. ആക്ച്വലി ദ സൊല്യൂഷൻ മാസ്റ്റർ ടോപ്പിലാണ്. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, വാട്ട് നെക്സ്റ്റ്? അതായത് ദ സൊല്യൂഷൻ മാസ്റ്ററിന് എന്തെങ്കിലും എക്സ്പാൻഷൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്താണ് എക്സ്പാൻഷൻ? എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു സ്വപ്നം, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ മാറ്റിവെക്കാൻ തീരുമാനിച്ചു 2015
എൻ്റെ ഒരു മിഷൻ സെറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം നമ്മുടെ ലൈഫിൽ പല നീഡുകളുണ്ടാവും, ഒരുപാട് നീഡുകളുണ്ടാവും. അതൊക്കെ നമുക്കൊരു സമയത്ത് ഫുൾഫിൽ ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വികാരങ്ങളുണ്ടാവും, ദേഷ്യം, ഒരാൾ ദേഷ്യം തീർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും നേടാനുള്ള വാശി, ഇതൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രായത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതൊക്കെ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു മിഷൻ ബേസ്ഡ് ആയിട്ടാണ് എൻ്റെ ലൈഫിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് മലയാളി കമ്മ്യൂണിറ്റി നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, ബിസിനസ് കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് പ്രൊഫഷണലായിട്ട് വളരാനുള്ള ഒരു സാഹചര്യമുണ്ട്, പക്ഷേ അതിനുള്ള ലേണിംഗിൽ മിസ്സിംഗ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ ആണ്. ഇത് റിയലൈസ് ചെയ്ത് 2015 ഫോം ചെയ്ത മാർഗ് കമ്മ്യൂണിറ്റി, ഇതൊരു മാർഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും 2015 മലപ്പുറത്ത് വെച്ച് 22 ആൾക്കാരെ വിളിച്ചുകൂട്ടിയ ആദ്യത്തെ ട്രെയിനിങ് സംരംഭത്തിൽ ഞാൻ പ്രഖ്യാപിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, 1 lakh പീപ്പിൾ ട്രാൻസ്ഫോർമേഷൻ. 100,000 ആൾക്കാരെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ എനിക്കത് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ 2 ലക്ഷം ആൾക്കാരിലേക്ക് 30 രാജ്യങ്ങളിൽ പോയിട്ട് ട്രെയിനിങ് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് ഇതിലേറെ മുകളിലാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ 73 മണിക്കൂറാണ് എഴുതി വെച്ചിട്ടുണ്ടായത്. പക്ഷേ 73:15 ചെയ്യാൻ പറ്റി. ഒരു റെക്കോർഡിന് പകരം പല റെക്കോർഡ്സുകളും, ഒരു പുസ്തകം എഴുതാൻ വിചാരിച്ച് 3 പുസ്തകങ്ങൾ എഴുതാൻ പറ്റി. അപ്പോൾ എല്ലാം ആക്ഷൻസും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തും എൻ്റെ മിഷനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ മിഷൻസ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 മില്യൺ പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് 1 മില്യൺ ആൾക്കാർ മലയാളികളായിട്ടുള്ള 1 മില്യൺ, അത് വിദേശത്തും നാട്ടിലുമായിട്ടുള്ള പ്രവാസികളുമായിട്ടുള്ള എല്ലാ ടോട്ടലി ഉള്ള 1 മില്യൺ ആൾക്കാരെ അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. അതായത് നമുക്ക് 2 തരം ലൈഫുണ്ട്. ഒന്ന് ഓർഡിനറി ലൈഫുണ്ട്. ഓർഡിനറി ലൈഫിൽ നമുക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി, സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ മേടിച്ച് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു ഓർഡിനറി ലൈഫാണ്. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് മാത്രമേ കാര്യമായിട്ട് ഉപകാരം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ്. നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാവുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ലീഡറായിട്ട് മാറുന്നു, നേരത്തെ പറഞ്ഞ പോലെ നന്മമരമായി മാറുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മരിച്ചു പോയാലും ഇവിടെ അടയാളപ്പെടുത്തുന്ന ഒരു സിഗ്നേച്ചർ ഇടുന്ന ഒരു ലൈഫാണ്. ഇതിൽ 2 ലൈഫുള്ള. അപ്പോൾ ഈ ഓർഡിനറി ലൈഫ് അനുഭവിക്കുന്ന ആൾക്കാരാണ് മലയാളി കമ്മ്യൂണിറ്റിയിലെ കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ബ്രാൻഡ് ഇല്ല വേൾഡിൽ. ഇപ്പോൾ പിന്നെ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിലെ 68% പ്രൊഡക്റ്റും കൊടുക്കുന്ന ചൈനക്കാരാണ്. ലോകത്തിൽ ഒരുപാട് കണ്ടെത്തലുകൾ പല രാജ്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മളവിടുന്ന് എന്ത് കണ്ടെത്തലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ബിക്കോസ് നമ്മൾ ഓർഡിനറി ആൾക്കാരായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കും എക്സ്ട്രാ ഓർഡിനറി ആവാൻ പറ്റും. ആ എക്സ്ട്രാ ഓർഡിനറി ആകുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് 1 മില്യൺ ആൾക്കാരെ, ഇതാണ് പുതിയ മിഷൻ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം 1 മില്യൺ ആൾക്കാരെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മില്യൺ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് margcommunity.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും ഡിജിറ്റലി ലോകത്തിൻ്റെ എവിടെയുള്ള ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ക്ലാസ് ഉണ്ട്. 6 o'clock ഷാർപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ആഴ്ചയും ആ ക്ലാസ് 6 to 8 o'clock മോർണിംഗിലാണ് ക്ലാസ് വരുന്നത്. അതിൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഫ്രീ ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ടോ കോച്ചിങ്ങോ ആവശ്യമുണ്ട് അവർക്ക്, അതും ലഭിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ margcommunity.com രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല രീതിയിലുള്ള ക്യാഷ് ഫ്ലോ ഉള്ള നാടാണ് കേരളം അടക്കമുള്ള നമ്മുടെ നാട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ബെസ്റ്റാണ്. ആ ഒരു ജനസംഖ്യ തന്നെയാണ് ചൈനക്കൊക്കെ ഉള്ളത്. റിസോഴ്സുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആളുകൾക്ക് നല്ല റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റും ഉണ്ട്. പക്ഷേ ഡയറക്ഷൻ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടാത്തതിന്റെ പേരിൽ മാത്രമാണ് ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ആളുകൾക്ക് ആ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് 1 മില്യൺ ആൾക്കാരെ മാറ്റുമ്പോഴേക്ക് രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെയൊക്കെ പിക്ചർ മാറും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതിലൂടെ വലിയൊരു സിഗ്നേച്ചർ ഇടുക. കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഹൂ ക്രൈ വെൻ യു ഡൈ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ മരിക്കും എത്ര പേര് കരയും എന്നുള്ളത്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഡ്രീം, നേരത്തെ ചോദിച്ച പോലെ മിഷനിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഹൂ ക്രൈ വെൻ യു ഡൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മില്യൺ ആൾക്കാരെ കരയിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രയും ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുവാനുള്ള വലിയ മിഷനുമായിട്ട് എൻഡ് ഓഫ് മൈ ഡേ ദ ലാസ്റ്റ് ബ്രീത്തിങ് അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഫൈനൽ മിഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഞാൻ വളരെ പാഷനേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്, അതോടൊപ്പം തന്നെ കമ്മിറ്റഡ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അപ്പം തീർച്ചയായിട്ടും ആളുകൾക്ക് സാറിൻ്റെ അടുത്തേക്ക് എത്താൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ, നേരിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ margcommunity.com, വളരെ സിമ്പിൾ, MARAG community.com, margcommunity.com രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു നമ്പർ ഞാൻ പറയാം, 9745333836
താഴെ കാണിക്കാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കാം. അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഗിന്നസ് റഷി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ. അതിലൊക്കെ ആളുകൾക്ക് പലയിടത്തുനിന്ന് വാച്ച് ചെയ്യാം. പിന്നെ ആമസോണിൽ 3 പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ബാക്കി എന്ത് സപ്പോർട്ടുകളാണോ ആളുകൾക്ക് വേണ്ടത്, ബിസിനസ് ഓണേഴ്സിന് ഡിഫറെൻറ്റ് സപ്പോർട്ടുകളായിരിക്കും വേണ്ടത്. അവർക്ക് വേണ്ട സപ്പോർട്ട് മെന്റലി സപ്പോർട്ട് വേണ്ടവരുമുണ്ട്. ചിലപ്പം ഐഡിയ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, മാർക്കറ്റ് അറിയാം, എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ അതിലേക്ക് എത്താനായിട്ട് ഒരു മനസ്സ് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ബെസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ട്. അതായത് PC എന്ന് പറയും, പേഴ്സണൽ കോച്ചിങ്. അതായത് ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരു സംരംഭം ഉണ്ട്, അയാൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ്, അത് 1 months കോച്ചിങ് മുതൽ 1 year വരെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു കോച്ച് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കോച്ചുമായിട്ട് നമുക്ക് സംവദിക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോകത്ത് ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്കൊക്കെ കോച്ചസ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സുകാർക്ക് കോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കുറവ്, മലയാളികളുടെ ഇടയിൽ വളരെ കുറവാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ബിസിനസ് കോച്ചായിട്ടും എനിക്ക് നിൽക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കോച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ക്ലാസ്സിലൊക്കെ വരുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സക്സസ് റേഷ്യോ വളരെ ഹൈ ആണ്. അപ്പോൾ അതും ചെയ്തു കൊടുക്കാൻ സാധിക്കും. അല്ല, എനിക്കിപ്പോൾ ഇത്രയും കേട്ടിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതൊരു സ്റ്റാർട്ട് ചെയ്ത ശേഷമുള്ള ആളുകൾക്ക് മാത്രമല്ല, ശരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ 16ാമത്തെ വയസ്സിൽ സാറ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ശരിക്കും സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരു ബിസിനസ് ക്ലാസ് കൊടുക്കാവുന്നതാണ് എല്ലാ സ്കൂളുകളിലും, അല്ലേ? അതൊരു കുട്ടികൾ എത്രയോ പേർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും കുട്ടികൾക്ക്. അപ്പോൾ അത് അവർക്കൊരു എൻകറേജിങ്ങും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കണം, ഇപ്പോൾ അടുത്തായിട്ട് ലോഞ്ച് ചെയ്തൊരു കാര്യം കൂടി പറയുകയാണ്. കാരണം നമ്മൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അവരുടെ ഏറ്റവും വലിയ കൺസേൺ അവരുടെ മക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നാൽ പൊസിഷൻസ് ആണെങ്കിലോ ഹൈ പൊസിഷൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഓണേഴ്സിൻ്റെ മക്കളാണ്. അപ്പോൾ അവർക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഓരോ ബിസിനസ്സിനും സക്സസിൻ്റെ ഒരു റേഷ്യോ അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഓണേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ ബിസിനസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, PC, പേഴ്സണൽ കോച്ചിങ് ഫോർ ജൂനിയേഴ്സ്. അപ്പോൾ അവർ ആ ജൂനിയർ സൂപ്പർ ജൂനിയർ ആവാൻ ഒരു ബിസിനസ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയി മാറാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അറിയാലോ, അതിലൂടെ ഒരിക്കലും ഒരു ബിസിനസ് ഓണറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ അതൊരു റിയൽ ലൈവ് എക്സ്പീരിയൻസും അല്ല ലേണിംഗ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓണേഴ്സിൻ്റെ ഒക്കെ മക്കൾക്ക് അങ്ങനെ കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 1 year കോച്ചിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. പക്ഷേ അതിൽ വന്ന ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തത് അവർക്ക് കൃത്യമായിട്ട് അത് പൊട്ടൻഷ്യൽ ഉണ്ടോ, അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ജൂനിയർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗിന്നസ് റെക്കോർഡ് ഏതെങ്കിലും മറ്റൊരു റെക്കോർഡ് കരസ്ഥമാക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ? ഉണ്ട്. അതായത് എപ്പോഴും നമ്മളിങ്ങനെ എല്ലാ വർഷവും പുതിയ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ആ സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഇൻസ്പയർ ദ വേൾഡ് എന്നാണ്. നമ്മളെ മലയാളി കമ്മ്യൂണിറ്റീനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എൻവയൺമെൻറ്റ്, നമ്മളൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരുടെ ഒരു എൻവയൺമെൻറ്റിൽ വളർന്ന ആൾക്കാരാണ്. നമ്മുടെ എൻവയൺമെൻറ്റ്, നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസും ഒക്കെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരിലും ഇൻബോൺ ആയിട്ട് അല്ലെങ്കിൽ ജനിച്ച സമയത്തും അതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് നെഗറ്റീവ് എന്തായാലും ആൾറെഡി ഉണ്ട്. ഫുള്ളി പോസിറ്റീവ് അല്ല നമ്മൾ. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ബാക്കിൽ നിന്നൊരു വലിയുണ്ട്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു കുട്ടി 15 വയസ്സാകുന്നതിൻ്റെ ഇടയിൽ 1,00,000 പ്രാവശ്യം നിന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നുണ്ട്. അത് ഒരു വാക്ക് മേ ബി പലപ്പോൾ ഗിൽസിൽ പിടിച്ച് കയറുമ്പോൾ, ജനലിൽ പിടിച്ച് കയറുമ്പോഴായിരിക്കും പറയുന്നത്. ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് കിടക്കുന്ന 1,00,000 വേർഡ്സ് 1,00,000 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുണ്ട് 15 വയസ്സിൻ്റെ ഇടയിൽ എന്നാണ് സൈക്കോളജിക്കൽ റിപ്പോർട്ട്സ് പറയുന്നത്. ആ കുട്ടി എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ബാക്കിലേക്ക് ഒരു വലിവുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ഫുള്ളി പോസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് സാഹചര്യങ്ങളിലൊന്നും വലിയ പോസിറ്റീവ് അല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിജയിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വിജയിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരു മലയാളിക്കും ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം റിയലൈസ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നെഗറ്റീവ് പാർട്ട് കുറച്ചുണ്ട്. അതിനെ എന്നാണോ റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്നാണോ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അന്നേ നമുക്ക് സക്സസ് റേഷ്യോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ അതിന് നമുക്ക് ഈ കമ്മ്യൂണിറ്റി സഹായിക്കും എന്നുള്ളതാണ്. സാർ, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അനാവശ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് ജീവിത ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ പാസീവ് ഇൻകത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അതിന് കിട്ടാൻ, പാസീവ് ഇൻകത്തിലേക്ക് എത്താനായിട്ട് ഒരാൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? എക്സ്പെൻസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ മാസവും എല്ലാ വർഷവും നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആവശ്യത്തിനാവാം, അനാവശ്യത്തിനാവാം, അത്യാവശ്യത്തിനാവാം. എന്തായാലും നമ്മുടെ ചുറ്റുപാടൊക്കെ എക്സ്പെൻസ് കൂട്ടുന്ന സംവിധാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസിനെ കുറക്കുന്നതല്ല, ഇനി ഇൻകം കൂട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു തെറ്റിദ്ധാരണ വരുന്നത് നമുക്കൊരു ഇൻകം സോഴ്സ് ഉണ്ടല്ലോ. അല്ല, മൾട്ടിപ്പിൾ ഇൻകം സോഴ്സുകൾ നമുക്ക് ആവശ്യമാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം സോഴ്സുകൾ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ആ ഇൻകം സോഴ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട്. നമുക്ക് ഇൻകം വരുന്നത് ഒന്ന് നമ്മുടെ ടൈം കൊടുത്തിട്ടാണ്, രണ്ട് നമ്മുടെ സ്കില്ല് കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. ഇത് രണ്ടും ആക്റ്റീവ് ഇൻകം ആണ്. ആക്റ്റീവ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളൊരു എംപ്ലോയി ആയിട്ട് നിൽക്കാം, അവിടെ ഒരു ആക്റ്റീവ് ഇൻകം ആണ്. രണ്ടാമത് സെൽഫ് എംപ്ലോയി. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു എംപ്ലോയി എന്നുള്ള നിലക്ക് അലൂബ് യൂണിറ്റ് ട്രേഡിംഗ് കമ്പനി, റിയാദിലുള്ള വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ CEO ആണ്. പക്ഷേ ഞാൻ എപ്പോഴും അവിടെ ഉണ്ടാവാറില്ല. പക്ഷേ ഡിജിറ്റലി ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നത്, CEO ആയിട്ട്. അപ്പോൾ ഞാനൊരു എംപ്ലോയി എന്നുള്ള എനിക്കൊരു ഇൻകം ഉണ്ട്, ആ ഒരു നിലക്കൊരു ഇൻകം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആസ് എ സെൽഫ് എംപ്ലോയി എന്ന് പറയുന്നത് ആസ് എ ട്രെയിനർ, സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ള നിലക്ക് ഞാൻ ട്രെയിനിങ് എടുക്കുന്നു, അതിലൂടെ ഇൻകം വരുന്നു, കൺസൾട്ട് ചെയ്യുന്നതിലൂടെ ഇൻകം വരുന്നു. അപ്പോൾ അതൊരു ഇൻകം സോഴ്സ് ആണ്. അതുപോലെ തന്നെ ബിസിനസ് ഓണർ എന്നുള്ള കൺസൾട്ടിങ് കമ്പനിയുണ്ട്. അപ്പോൾ ഈ കമ്പനിയിലൂടെ ഇൻകം വരുന്നത്. അപ്പോൾ ഈ ഇൻകം സോഴ്സിൽ നമുക്ക് ആക്റ്റീവ് ഇൻകത്തിൽ നമ്മൾ ആക്ട് ചെയ്താൽ മാത്രമേ നോ വർക്ക് നോ പേ ആണ്. അപ്പോൾ അത് കിട്ടുള്ളൂ. അപ്പോൾ ആക്റ്റീവ് ഇൻകം വേണം. അതുപോലെ തന്നെ നമ്മുടെ പാസീവ് ഇൻകം വേണം. നമ്മളില്ലാതെ നമുക്ക് ഇൻകം വരുന്നത് അത് വ്യത്യസ്തമായ മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് ബിസിനസ് ഓണർ എന്ന നിലയ്ക്ക് നമ്മുടെ പേരിൽ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ, ഇപ്പോൾ ബിൽഡിങ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോപ്പർട്ടികളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഷെയറുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട്. ഇപ്പോൾ ഒരാളൊരു ചാനൽ തുടങ്ങിയാൽ പോലും അതൊരു പാസീവ് ഇൻകം ആണ്, ആക്റ്റീവ് ഇൻകം അല്ല, പാസീവ് ഇൻകം ആണ്. ഡിജിറ്റലി ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ആൾറെഡി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ മൾട്ടിപ്പിൾ ഇൻകംസ് ഉണ്ട്. നമ്മൾ ട്രെയിനിങ്ങിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, 7 ഡിഫറെൻറ്റ് ഇൻകംസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ 2 തരം ഇൻകം, പാസീവ് ഇൻകം, ആക്റ്റീവ് ഇൻകം ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാലത്ത് സർവൈവ്. അതായത് എക്സ്പെൻസ് റെഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട, അത് കൂടിക്കൊണ്ടിരിക്കും. ഇൻകം കൂട്ടുന്നതിനെ കുറിച്ചും അത് മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കുകയാണെങ്കിൽ 100% നമുക്ക് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ പലപ്പോഴും ഈ ഇൻകത്തിൻ്റെ കാര്യത്തിൽ നമുക്കതിൽ സേവിങ്സ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾക്ക് ഇൻകം വരുന്നു, അയാൾ ഉപയോഗിക്കുന്ന രീതി ഇൻകം മൈനസ് എക്സ്പെൻസ് സമം 0 ആയിരിക്കും. ആ ഫോർമാറ്റ് തെറ്റാണ്. ഇൻകം മൈനസ് സേവിങ് സമം എക്സ്പെൻസ് ആണ്. ഇൻകം 1 ലക്ഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സേവ് ചെയ്തതിൻ്റെ ബാലൻസ് ആണ് എക്സ്പെൻസിലേക്ക് പോകേണ്ടത്. അല്ലാതെ ഇൻകം വന്നിട്ട് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാലൻസ് സേവ് ചെയ്യാൻ കഴിയില്ല. കാരണം സേവിങ് ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ ചെയ്യുന്നത് ഇൻകം മൈനസ് എക്സ്പെൻസ് സമം സേവിങ്സ് ആണ്. ഇത് റോങ് ആണ്. ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസിലേക്ക് വരണം. അപ്പോൾ അത് എത്രയാണ് സേവ് ചെയ്യേണ്ടത്? മിനിമം 40% സേവ് ചെയ്യണം. 40% സേവ് ചെയ്യണം. ഇതിന്റെ കറക്റ്റ് റേഷ്യോ പറയുവാണെങ്കിൽ ഇതിന്റെ വേറെ ഫോർമാറ്റ് കൂടിയും പറയണം. അതായത് E=MC² എന്ന് പറയുന്നത് പോലെ ദ സൊല്യൂഷൻ മാസ്റ്റർ ഒരു ഇക്വേഷൻ ആണ് ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതെ, ലോകത്ത് അധികം ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് 3 തരം പ്രശ്നങ്ങൾ കാണുന്നു. ഒന്ന് ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്, 2 ഫിനാൻഷ്യൽ പ്രശ്നം, പിന്നെ ഫാമിലി ഓറിയൻറ്റഡ് റിലേഷൻഷിപ്പിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഫിനാൻഷ്യൽ പ്രശ്നം. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടൊരു ഇക്വേഷൻ അവർക്ക് അറിയാത്തതുകൊണ്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണമെങ്കിൽ ഇൻകം മൈനസ് സേവിങ്സ് സമം എക്സ്പെൻസ്. ഈ ഫോർമാറ്റിനെ കുറച്ചുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ 50-30-20 റൂൾസ് ആണ്. ഈ റൂളിനെ ഫോളോ ചെയ്യാണ് ഒരാൾക്ക് ഇൻകം വരുന്നതിന് 50% അയാൾക്ക് ചിലവാക്കാം, എക്സ്പെൻസിലേക്ക് പോകാം, കുഴപ്പമില്ല. അതിൽ 30% ഒരിക്കലും ചിലവാക്കാൻ പാടില്ല, അത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻകം കിട്ടുന്ന രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. സേവിങ്സ് അല്ല, സേവിങ്സ് എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മളത് എടുത്ത് ഉപയോഗിക്കും. അത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക 30%. 20% നമ്മൾ സേവ് ചെയ്യണം. ഈ 20% സേവ് ചെയ്യണമെന്ന് വെച്ചാൽ അയാളുടെ സ്വപ്നങ്ങൾ റിയാലിറ്റി ആക്കണം. വീട് വെക്കാൻ ആ 20% വലുതായി കഴിഞ്ഞാൽ, ഒരു വലിയൊരു എമൗണ്ട് ആയി കഴിഞ്ഞാൽ വാഹനം മേടിക്കാം, അയാൾക്ക് യാത്രകൾ ചെയ്യാം. അതൊക്കെ ആ 20% നടക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും പറ്റും. ലൈഫ് ലോങ്ങിലേക്ക് അയാൾക്ക് പാസീവ് ഇൻകം കിട്ടുന്നതിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടാവും, എല്ലാ എക്സ്പെൻസും കടന്നു പോകും. അപ്പോൾ ഒരാളുടെ ഒരു 50% കൊണ്ട് അയാളെ എക്സ്പെൻസ് കൊണ്ടുപോകണമെങ്കിൽ അയാൾക്ക് എത്ര ഇൻകം വരണം? അതുകൊണ്ട് 50-30-20 റൂൾസ്
ഒരാൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്യാതെ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ നമുക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പല ആൾക്കാരും ഇതിൻ്റെ പേര് സ്ട്രഗിൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻകം കൂടുന്നതിനനുസരിച്ച് ഒരിക്കലും സേവിങ് കൂടില്ല, ഇൻകം കൂടുന്നതനുസരിച്ച് എക്സ്പെൻസ് ആണ് കൂടുക. അതുകൊണ്ട് ഈ ഫോർമാറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര ചെറിയ ഇൻകം ഉള്ള ആളാണെങ്കിലും കുറച്ച് കാലം കൊണ്ട് സമ്പന്നനായിട്ട് മാറാൻ പറ്റും. നമുക്ക് തന്നെ അറിയാം, കുറഞ്ഞ ഇൻകം വരും, ചെരുപ്പ് കുത്തി കിട്ടിയ പണം കൊണ്ട് ബൈക്ക് മേടിക്കാൻ പോയൊരു കഥയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ബാർബറായിട്ടുള്ള ആൾ ബെൻസ് വാങ്ങുന്നത് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവർക്കൊരു ഫിനാൻഷ്യൽ ഫോർമാറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറേ ഇൻകം വന്നതുകൊണ്ടല്ല അവരൊക്കെ സമ്പന്നരായതും അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയും. ഉള്ള ഇൻകത്തെ മാനേജ് ചെയ്യുന്നിടത്താണ് അതിൻ്റെ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ ഏതൊരു സാധാരണക്കാരനും അയാൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി നേടാമെന്നുള്ളതാണ് സൊല്യൂഷൻ മാസ്റ്ററുടെ ഒരു കോൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങാനും അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഈ പറഞ്ഞൊരു ഇക്വേഷൻ ലൈക്ക് ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽസ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ 50-30-20 ആ ഒരു റേഷ്യോ ഒക്കെ നമുക്കത് കൺട്രോൾ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിൽ നമുക്ക് ആ ഒരു ഗൈഡൻസ് നമുക്ക് എടുത്തേ പറ്റും അല്ലേ. എന്നാൽ മാത്രമേ ആ ഒരു സർവൈവൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്തായിരിക്കുള്ളൂ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത്. സർവൈവൽ സ്റ്റേജിലേക്ക് എത്തണമെന്നുണ്ടെങ്കിലും സൊല്യൂഷൻസ് കിട്ടണമെങ്കിലും തീർച്ചയായിട്ടും ദ സൊല്യൂഷൻ മാസ്റ്ററിനെ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേട്ടത് ദ സൊല്യൂഷൻ മാസ്റ്ററിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഗിന്നസ് റഷീദിൻ്റെ വിശേഷങ്ങളാണ്. ഒരു കാലത്ത് ഒരു മിനിറ്റ് പോലും സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനായിട്ട് ഭയപ്പെട്ട് പോയിട്ടുള്ള ആ ഒരു കുട്ടി 73 മണിക്കൂർ 15 മിനിറ്റോളം ഊണും ഉറക്കവുമില്ലാതെ ബിസിനസ് ക്ലാസ് എടുത്ത് ഗിന്നസ് റെക്കോർഡുകൾ നേടി. അതുകൂടാതെ 30ഓളം രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് സംരംഭകരെ ഈ ഒരു വിജയപാതയിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു. അത് മാർക്ക് കമ്മ്യൂണിറ്റിയുടെ ദ സൊല്യൂഷൻ മാസ്റ്ററാണ് അതിനും സഹായിച്ചത്. ഇപ്പോൾ അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1 മില്യൺ ബിസിനസ് സംരംഭകരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും മാർക്ക് കമ്മ്യൂണിറ്റി സഹായിക്കും. അതിനായിട്ടുള്ള ആപ്പ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എവരും അതിലേക്കൊന്ന് സന്ദർശിക്കുക. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഇൻസ്പയറിലൂടെ കാണുന്നവരെ ഇറ്റ്സ് മീ സജ്ന സാര സൈനിങ് ഓഫ്.